ഈ വീഡിയോയിൽ അർജുൻ എംപിയുടെ ഫാൻസ് ഓരോ ആൾക്കാരായിട്ട് വന്നോണ്ടിരിക്കുകയാണ്. അവരെന്നോ എന്റെ കൂട്ടുകാരെയോ ആരെങ്കിലും ചിന്തിച്ച് അവർക്ക് ആയിരം എടുത്തു. വെൽക്കം ടു ട്രൈ നോട്ട് ടു ലാഫ് ഇൻ റിയൽ ലൈഫ്. എന്റെ കൂടെ ഇരിക്കുന്ന ട്രെയിനർ. എന്റെ പൈസ കളയരുത് പ്ലീസ്. നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യമാണെന്ന് എനിക്ക് അറിയായത്, അതുകൊണ്ടാണ് ഞാൻ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അർജുൻ എംപി ചിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് കാറ്റടിച്ച ചിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് കേട്ടാ. കാറ്റടിപ്പിക്കണം. ഞാൻ ചിരിക്കത്തില്ല. എനിക്ക് ഇച്ചിരി നല്ലോണമുള്ള ചിരി ഇത് ചിരിപ്പിച്ചല്ല ഞാൻ ചിരിക്കാറുള്ളൂ. ആരാണ്? എങ്ങനെയാണ്? കേട്ടില്ല. എന്റെ പൈസ ഉള്ള ഞാൻ ഇതിട്ട് പറയാ. കുറെ ആൾക്കാരുണ്ട് മോനെ കട വെക്കരുത്. ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടേ നമുക്ക് വേണ്ട ബാങ്കിൽ നിന്ന് കട വെക്കാൻ അവനെ വെച്ചിട്ട് എന്ത് ചെയ്ത് ഇവരെ കൊണ്ട് വെക്കാൻ നോക്കി. എന്ത് എന്റെ ഔഷധ ഗുണം ഇല്ല. അടുത്ത ഫസ്റ്റ് ആളെ വിളിക്കാം. ബ്രിങ് ഇൻ ദ ഫസ്റ്റ് ഗായ്. ഹായ്. 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 എൻ്റെ പേര് ജിതിൻ. നിങ്ങളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ചിരിക്കാൻ പരമാവധി ശ്രമിക്കുക. മുഖത്തോട് ഒന്നും നോക്കണ്ട, എന്നെ നോക്കി ചിരിക്കാൻ പറ്റുമെങ്കിൽ ചിരിക്കുക. ചിരിക്കുന്നത് വളരെ നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. ചിരിച്ചാ വെളുക്കുന്നല്ലേ? അങ്ങനെയില്ല. ഇല്ല, ചിരിച്ചാൽ വെളുക്കും, നേരം വെളുക്കും. വെളുക്കും, നേരം വെളുക്കും. ചിരിച്ചു. ഓക്കെ. അപ്പോൾ ആരോഗ്യത്തിന് നല്ലതാണ്. എന്ന് ചാക്കി ചിരിച്ചാൽ അത് ആരോഗ്യത്തിന് കേടുമാണ്. അപ്പോൾ നമുക്ക് റിയൽ ലൈഫിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളിൽ എൻജോയ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കുമുണ്ട് സുഹൃത്തുക്കൾ. എന്താ പറയുക, ഈ സുഹൃത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് കാര്യം കണ്ടല്ലോ അതിനൊരു ഡെഫിനേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളൊരു മാഷിൻ്റെ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് വന്നൊരു മാഷായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോന്നിൻ്റെ കാര്യം പറയുകയാണ്. ഇപ്പോൾ നമുക്ക് അര എന്ന് പേര് വന്നത് വെറുതെ വന്നതല്ല, ഈ രണ്ട് കാലും ചേർന്നതാണ് അര. കാലും ചേർന്നല്ലേ അര കണക്കിൽ. അപ്പോൾ അങ്ങനെ ഒരു പേരുണ്ടായതിനൊക്കെ ഒരു കാരണമുണ്ടെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ദോശക്ക് പേര് വന്നതും വെറുതെ അല്ല, ഈ തട്ടിൽ ഒഴിക്കുമ്പോഴും മറിച്ചിടുമ്പോഴും. അപ്പോൾ രണ്ടിന് ഹിന്ദി പറഞ്ഞത് ദോ എന്നാ. അപ്പോൾ ദോ ഷാ, അങ്ങനെയാണ് പേര് വന്നത്. അപ്പോൾ ഇവനെ എഴുന്നേറ്റിട്ട് ഒരു മിനിറ്റ്, പൊറോട്ടക്ക് പൊറോട്ട എന്ന് പേരെന്ന് അങ്ങനെ ഭാഷയാണ്. അല്ല, അത് അടിച്ചു പരത്തി നല്ല പൊറോട്ടയാണ്. എടുത്തു നോക്കിയാൽ 2 പൊറോട്ടയാണ്. അതുകൊണ്ടാണ് പേര് വന്നത്. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇവനൊരു സീല് കിട്ടി. അപ്പോൾ അതിനകത്ത് ബ്ലോസം എന്നുള്ള പേര്. അപ്പോൾ ഒന്നുകൂടി അടിയിൽ വെച്ചപ്പോൾ ബ്രേസസ് എന്നും അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അളിയാ, അപ്പോൾ ബ്രസീൽ ഇതായിരിക്കല്ലേ എന്ന് അവരുടെ ഒരു തോട്ട് പോയതെന്ന് ആലോചിച്ച് നോക്കണം. തോട്ട് പോയത് ബ്രസീലിൽ ചെന്നു. അല്ല, പേര് വരുന്നത് ചുമ്മാതല്ലെന്ന് ആ മാഷിൻ്റെ പ്രസംഗമായിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇവന് ഈ സീല് കിട്ടുന്നതും അതവൻ കണക്ട് ചെയ്തതും. അത് മാത്രമല്ല, ഇവൻ്റെ വായി തുറന്നു കഴിഞ്ഞാൽ മൊത്തം വരുന്നത് 18+ കണ്ടന്റുവാ. അതാണ് ഇവൻ ബ്രേസറിൻ്റെ ടാഗ് കിട്ടിയതും അതിൻ്റെ ഇടയിലേക്ക് എത്തിയതും. അപ്പോൾ എനിക്കൊരു കഥ പറഞ്ഞതാണ്. കഥ പറഞ്ഞപ്പോൾ ഞാൻ വളരെ ആകാംക്ഷപൂർവ്വം കേട്ടിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു പേനും തവളയും കൂടി ബോംബെയിൽ ടൂർ പോയി. അവരിങ്ങനെ റെസ്റ്റേറ്റിൻ്റെ നടുവിലൂടെ നടക്കുന്ന സമയത്ത് ഇരുടായപ്പോൾ അവർക്ക് റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്തപ്പോൾ തവള പറഞ്ഞാൽ ഞാൻ ഈ മാളത്തിനുള്ളിൽ കയറി വിളിച്ചോളാം, നീ അവിടെ എവിടെയെങ്കിലും കുറ്റിക്കാടിൽ അവിടെ പിടിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഒരാളാണ് ഞാനിവിടെ കുറ്റിക്കാട് തൊട്ട് താഴത്തന്നെ കുറ്റിക്കാടിൽ അവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഇവർ വീണ്ടും യാത്ര തുടങ്ങുമ്പോൾ തവള പറഞ്ഞു, എടാ ഇന്നലെ എന്നെ ഒരുത്തം ഭയങ്കരമായിട്ട് ആക്രമിക്കാൻ വന്നു, ഒരു 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 പാമ്പിനെ പോലത്തെ ഒരു ജീവി. പക്ഷെ എന്നെ അവന് കിട്ടിയില്ല. അവസാനം എൻ്റെ മുഖത്ത് അവൻ കാർക്ക് തൂപ്പി അവൻ പോയി കളഞ്ഞു. അപ്പോൾ പെയിന് പറയാം, നിന്നെ അത്രയല്ല ഇതോട് ഏതോ നാറി, ഞാൻ എന്ത് തെറ്റിയത് എനിക്കാൻ പറയാ, തേങ്ങ ചാക്ക് ചുറ്റിട്ട് അടിയായിരുന്നു. ഈ ചിരി പോലെ ഈ ചിരിയാ? തേങ്ങ എന്തിനാ അടിച്ച്? തേങ്ങ ചാക്കിൽ ചുറ്റിട്ട് അടിയായിരുന്നു. എവിടെ അടിച്ചത്? പേനിന്റെ തലയിൽ. പേനും തവളയും കൂടിയാ പോയത്. ഓ, അത് മനസ്സിലായില്ലേ? കഥ മനസ്സിലായില്ലല്ലേ? പേനൊന്നും കേട്ടില്ലേ? പേന്ന് കേട്ടില്ലേ? അതാണ് മനസ്സിലാവാൻ ഒരു ഇത് വേണം. എൻ്റെ കൂട്ടുകാരുടെ ഒരു ക്വാളിറ്റി അതാണ്. എനിക്കും ആദ്യത്തെ സംഭവം മനസ്സിലായില്ല. നിങ്ങളെ പല അന്താളിച്ചിരിക്കായിരുന്നു. പക്ഷെ ഒരാൾക്ക് മനസ്സിലായി. മനസ്സിലായോ? ആ ചേട്ടന് മനസ്സിലായില്ലേ? എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. അതന്നെ പലയിടത്തും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. പിന്നെ കുറെ ആൾക്കാർക്കുള്ള ഒരു പ്രോസസ്സ്. രാവിലെയാണ് നമ്മൾ പുട്ടുണ്ടാക്കുക. പുട്ടിന്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാ, ആവി കയറി എന്നിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ ബാത്റൂമിൽ പോകുമ്പോഴും ഈ സിഗരറ്റ് വലിക്കുന്ന ആളുടെ ഒരു പ്രോസസ്സ് അത് തന്നെയാണ്. ഇത്ര ചളി ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് വയ്യറിയാമേ, ഞാൻ കുറെ നേരം പിടിച്ചു. ഇത്ര പുട്ട് കുറ്റിയായിട്ട് എന്ത് ബന്ധം? അവിടെ കൂടെ അങ്ങോട്ട് ചെല്ലും, തള്ളി വിടും. എനിക്ക് ഞാൻ ആയിന്നിട്ട് കേട്ട്, ഞാൻ കൊറേ കേട്ട്, എനിക്ക് കുറേ എനിക്ക് ഇത്ര ഷോക കേട്ട ജോക്ക് ഞാൻ കേട്ട് അതായത് you got like $1,000. Thank you bro. പുട്ടുകുറ്റി
ബ്രോ അത് ചളിയല്ല, അതിന്റെയൊക്കെ ഒരു ഇതിലേക്ക് ഒരു വരികയായിരുന്നു സാധനം. ആ അപ്പൊ അതിന് മുന്നേ ഇനിയുണ്ടാ? ഇല്ല കഴിഞ്ഞു തീർന്നാ? കഴിഞ്ഞു. എനിക്ക് കിട്ടിയായിരം പോയാലോ ഏതാണ്ട് ഈ ലെവലിലുള്ള സാധനങ്ങൾ. അപ്പം ബ്രോ അടുത്ത എന്തായാലും 1000 മേടിച്ചേക്കും മാനേജറിന്റെ കയ്യിൽ നിന്ന്. താങ്ക് യു ബ്രോ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ജയിക്കുന്നു. അതെ സ്വന്തം കയ്യിൽ നിന്ന് പോയില്ലേ? ആണോ? നല്ല എക്സ്പ്രഷൻ. സന്തോഷം ഇല്ലാത്ത പോലെ. എക്സൈറ്റ്മെന്റ് ഇല്ല. ആണോ? ആദ്യത്തെ കഥ മനസ്സിലായേ? ആദ്യത്തെ കഥ മനസ്സിലായി? പേരിന്തവളെ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഏതൊരു ഗുഹ നിൽക്കുന്നുണ്ട്. ഗുഹ എവിടെയാന്നറിയാമോ? അടിക്കത്തില്ലേ? തേങ്ങ അടിച്ചില്ലേ? ഹായ്, ഞാൻ ഗോഡ്വിൻ. ഞാൻ മുളന്തുരുത്തിയിൽ നിന്നാണ് വരുന്നത്. കേട്ടിട്ടുണ്ടാകുന്ന മനസ്സില്ല, കുറച്ചപ്പറയാ. ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ കുറച്ച് ഓൾഡ് സ്റ്റോറീസാണ്. ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുക. അപ്പോൾ ഞാൻ +2 പഠിച്ച് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം 5 സ്കൂളുകൾ കംപ്ലീറ്റ് ആയി. എൻ്റെ ലൊക്കാലിറ്റി തന്നെ 5 സ്കൂളിൽ നിന്നാണ് ഞാൻ +2 പഠിച്ചിറങ്ങിയത്. 5 പ്രാവശ്യം പഠിച്ചു? 5 സ്കൂളിൽ നിന്ന് പഠിച്ചത്. +2 മാത്രം പഠിച്ചോണ്ട് ചോദിച്ചേ. മാത്രമല്ല, നമ്മൾ +2 പഠിച്ചിറങ്ങിയപ്പോൾ 5 സ്കൂളായി. ഞാൻ LKG വിട്ട് 3ാം ക്ലാസ് വരെ വീടിനടുത്തുള്ള ബെസ്റ്റലിയോസ് എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിച്ചേ. പറയണത് കുഴപ്പമില്ല പേരൊന്നും. അവിടെ പഠിച്ചിട്ടാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് അവിടുന്ന് മാറി. നല്ല സ്വഭാവമായിരുന്നു, അതുകൊണ്ട് അവിടുന്ന് മാറി. പിന്നെ സെന്റ് എഫ്രൈം എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ടായി, അവിടെ ചെന്നു. അവിടുന്ന് 5th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചു. അവിടുന്ന് ഇറങ്ങി പിന്നെ SNV പോയി. അങ്ങനെ 5 സ്കൂൾ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഫംഗ്ഷന് പോയപ്പോൾ എൻ്റെ പഴയ സ്കൂളിൽ ഒരു ടീച്ചറിനെ മീറ്റ് ചെയ്തു. അപ്പോൾ ടീച്ചർ നല്ല ഫ്രണ്ട്ലിയാണ്. ടീച്ചർ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ടീച്ചർ ഇങ്ങനെ എൻ്റെ പഴയ കാര്യങ്ങൾ പറയുക. ഇപ്പോൾ പുള്ളിക്കാരി പറഞ്ഞൊരു ഇൻസിഡൻ്റ് ആണ്. ഞങ്ങളിങ്ങനെ, ഞാൻ ഇച്ചിരി ഹൈപ്പറായിരുന്നു പണ്ട്. ഇപ്പം കുഴപ്പമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൈപ്പറായിരുന്നു. അപ്പോൾ ഞാൻ PTA മീറ്റിങ്ങിൻ്റെ സമയത്ത് ടീച്ചേഴ്സ് എല്ലാവരും ഒരു മീറ്റിങ്ങിന് പോയി. മീറ്റിങ്ങിന് പോയ ടൈമിൽ ക്ലാസ്സിലൊന്നും ടീച്ചേഴ്സ് ഒന്നുമില്ല, സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാ ക്ലാസ്സും കുച്ചിട്ടിട്ട് ഓടിപ്പോയി. എല്ലാ ക്ലാസ്സും കുച്ചിട്ടിട്ട് പുറത്തേക്ക് ഓടി. ആൾക്കാരെ അതിനകത്തിട്ട് കുച്ചിട്ടിട്ട് ഓടിക്കളഞ്ഞു. സ്റ്റാഫിനെ എല്ലാവരെയും മീറ്റിംഗ് റൂമിനകത്ത് കുച്ചിട്ട്, പിള്ളേരെല്ലാം ക്ലാസ് റൂമിൽ കുച്ചിട്ടിട്ട് വരാന്തക്കൂടെ ഓടിപ്പോയി. നൈസ് ട്രൈ അല്ലേ? നീ ഡോർ ക്ലോസ് ഒന്നും കണ്ടില്ലേ? അവര് കണ്ടു, അവരകത്തിരിക്കുകയാണല്ലോ. ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ഞാൻ പുറത്തുനിന്ന് കുച്ചിട്ടിട്ട് പോയി. അങ്ങനെ അങ്ങനെ അത്രേ ഉള്ളൂ. ആ സ്റ്റോറി അവിടെ കഴിഞ്ഞു. ഒരു എക്സ്പീരിയൻസ് ആണല്ലോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മളിവിടെ തമാശക്കല്ലേ വന്ന? അതെ, ഇത് തമാശയായിരുന്നോ? കുറച്ച് നെർവസ് ആയിട്ട് അങ്ങ് വന്നില്ലേ? ഉള്ളിന്ന് അങ്ങോട്ട് വിട്. വഞ്ഞും അത് കണ്ട് ചിരി വരും. അത് ഇതിനു വേണ്ടി വെച്ചതാ. ഇതാ ചിരിച്ചു ഞാൻ കണ്ടു. പൊട്ടിച്ചിരിക്കൂ. ഇല്ലില്ല, റെക്കോർഡർ കേട്ടോ. സ്മൈലല്ലേ? ചിരിയുന്നത് ചിരിച്ചില്ലേ? നിങ്ങളെ നിങ്ങളെ ചിരിപ്പിക്കാൻ ചിരിക്കാൻ തോന്നി. ചിരിച്ചില്ല. അത് കേട്ട് ചിരിച്ചില്ല നീ. ഇത് പറഞ്ഞു വെച്ചാ കോള്? ഞാൻ അലാറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാ. അലാറം ആയിരുന്നാ? ഞാൻ ഓർത്ത് കൂട്ടുകാരെയൊക്കെ പറഞ്ഞു വെച്ച്. ഇല്ലില്ല, അപ്പൊ നിന്റെ ഉണ്ടായിരുന്ന ഈ ഒരു ഷോ സെറ്റ് ചെയ്തിട്ട് വന്നേ. അപ്പൊ ഈ സാഡ് സ്റ്റോറി എന്ത് സ്റ്റോറിയാണ്? സ്റ്റോറിക്ക് എനിക്ക് ചിരി വന്നിട്ടില്ല. സ്റ്റോറിക്ക് ചിരി കാണില്ല. അതിന്റെ ഇടയിൽ കൂടി ഇതിനുള്ള ടൈം ക്രിയേറ്റ് ചെയ്തില്ലേ ഞാൻ. You got like $1,000 എന്റെ ട്രെയിനർ കാരണം. ഒന്നുകൂടി കേൾക്കണം. ഇത് ശരിക്കും എന്റെ റിംഗ് ടോണാണ്. നിങ്ങൾ ആരെങ്കിലും കോൾ ചെയ്ത് ഇതിനെ വർക്ക് ചെയ്യുന്നത് ഈ റിംഗ് ടോണാണ്. കോളേജിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഇത് അടിച്ചിട്ട് ടീച്ചർ പൊക്കിയിട്ടുണ്ട്. കോപ്പറേറ്റ് ഉള്ള സോങ് ആണ്? ഇല്ലില്ല, എന്തോ ജാപ്പനീസാ. ഇങ്ങനെ ചിരിക്കാതിരിക്കും. അതിന്റെ ഇടയിൽ നല്ല ലിങ്ങിയ ബ്രോ. 1000 മേടിച്ചേക്ക് മാനേജറുടെ. എങ്ങനെയുണ്ടായി? അടിപൊളി.
ചെറുതായിട്ടൊന്ന് ട്രിക്ക് ചെയ്തു, സക്സസ് ആയി. അറിയാൻ ചിരിച്ചിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് തിരിച്ചു പോയി. കൺട്രോൾ ചെയ്യും, കൺട്രോൾ ചെയ്യും. ഹായ് ചിരിക്കണം കേട്ടോ. ചിരിക്കണമെന്നോ? ചിരിച്ചേക്ക്. പേടിയണ്ടാ? അല്ല എനിക്ക് പേടിച്ചിട്ടേ ഒരു അല്ല മാനേജറേട്ടൻ പറഞ്ഞു ഇവിടെ ആരോ രണ്ടുപേരും ഭയങ്കര ചിരിക്കും. അത് ആരാന്ന് ഓക്കെ. രണ്ടുപേരും ഭയങ്കര ചിരിക്കാൻ ഭയങ്കര ഈസിയാണ്. അതും ചേട്ടനാണ് കുറച്ച് പാടുന്നതാണ്. ആ കുറച്ച് ടഫ്. പക്ഷെ വീഡിയോസിലൊക്കെ ഭയങ്കര ചിരിയാണല്ലോ. ഇത് വീഡിയോ ആയതുകൊണ്ട് ചിരിക്കാതെ കഷ്ടപ്പെട്ട് പിടിച്ചിരിക്കുന്ന ഇതാണോ അതോ? സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക അവസ്ഥ ഈ സ്റ്റേജ് ഫിയർ കാരണേ ഞാൻ ആക്ച്വലി ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതെ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതിരുന്ന് കുറേ കണ്ണി ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ നിങ്ങളെ കണ്ട് ഈ ഒരു സെറ്റപ്പ് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ സ്റ്റേജ് ഫിയർ അടിച്ചിട്ടാന്ന് തോന്നുന്നു. ഒന്നും കൂടെ പുറത്തേക്ക് വരുന്നില്ല. ആകെ ഒരു ഇത് മാതിരി കണ്ടില്ല. എൻ്റെ കണ്ടന്റ് ഒന്നും പുറത്തേക്ക് കണ്ടന്റ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എങ്ങനെ പറയാം, അതായത് ഈ എന്താ പറയുക കോൺസ്റ്റിപ്പേഷൻ ഉള്ള മനുഷ്യന്മാരുടെ അവസ്ഥയില്ലേ, എല്ലാം ഉള്ളിലുണ്ട് പക്ഷെ ഒന്നും ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. അതുപോലൊരു അവസ്ഥയാണ് ഇത്. ഒരുമാതിരി എന്താ ഇതുപോലെ ഇപ്പോൾ ഇതുവരെ വന്നു രണ്ടുപേരും പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ ഭയങ്കര ചില്ലാണ്, പെട്ടെന്ന് ചിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നടക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത്ര ചില്ല എന്നുള്ളതൊന്നും കണ്ടിട്ട്. ആകെ മൊത്തത്തിൽ ഒരു ഭയങ്കര ഗൗരവം. ഈ ചേട്ടൻ കണ്ട മറ്റേ ഗോകുൽ സുരേഷിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടല്ലോ, ഭയങ്കര മാധവ് സുരേഷിൻ്റെ ആ ഒരു പാറ്റേൺ പിടിക്കാൻ തയ്യാറാണ്. എന്നെ പിടിച്ച് മാധവ് സുരേഷ് ആ കേരളത്തിൽ വിടരുത് പ്ലീസ്. ഇവിടെ വരുന്നു പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം റിക്വസ്റ്റ് ചെയ്യണം, ഇത് തോൽവി പോവാണെങ്കിൽ പുറത്ത് വിടരുതെന്ന് പറയണം ഞാൻ വിചാരിച്ച് വന്നതാണ്. ബിക്കോസ് ഞാൻ ഒന്നെങ്കിൽ ഒരു 1000 രൂപ ഇല്ലെങ്കിൽ അത്യാവശ്യം തൊലിക്കട്ടി എന്ന് വിചാരിച്ചു ഇത് പുറത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ മിക്കവാറും തൊലിക്കട്ടി ആയിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നതാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്, ഇലക്ഷൻ ഇതുവരെ ഉള്ളത് കണ്ടിട്ട്. അതെ, അതുകൊണ്ട് എന്താ പറയാ എൻ്റെ എന്തൊക്കെയോ പറയണമെന്ന് എനിക്കുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് വരുന്നില്ല. ആ അതുകൊണ്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ പറയാ എന്തൊക്കെയോ പറയണമെന്നുണ്ട് കേട്ടോ, സത്യം കേട്ടോ. പക്ഷെ ഈ കണ്ണ് പുറത്തിടാതിരിക്കാൻ പറ്റുമോ പ്ലീസ്? എനിക്ക് വയ്യ ഇവിടെ പറക്കാൻ വേണ്ടിട്ട്, അതുകൊണ്ടാ. വേറെ എന്തൊക്കെ ടാലന്റ് ഉണ്ട്? എനിക്ക് പ്രത്യേകിച്ച് ടാലന്റ് ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഇതിന് വന്നേ അങ്ങനെയെങ്കിലും ഒന്ന് ടാലന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്. ഒന്നുമില്ലെങ്കിലും ആകെ വന്ന ഒരേ ഒരു പെൺതരിയാണ് ഞാൻ. ആ ഒരു ധൈര്യം, എൻ്റെ ആ ഒരു ധൈര്യമാണ് എനിക്ക് വേണ്ടായിരുന്നു തോന്നുന്നത്. അതെ, ഒരാവശ്യമില്ലായിരുന്നു. വെറുതെ ഈ പറയുന്ന അതെ അതെ എന്ത് പറയാനാ ഞാനിങ്ങനെ എനിക്ക് പലവട്ടം എനിക്ക് തോന്നി കരയാൻ പോവാണെന്ന് കേട്ടാ. പലവട്ടം എനിക്ക് തോന്നി കരയാൻ പോവാണ്. അല്ലല്ല കരയാനൊന്നും പോകുന്നില്ല. ഞാൻ പണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു, പെട്ടെന്ന് ഇപ്പൊ കുറച്ച് സ്ട്രോങ് ആയി തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വന്നേ, ഇല്ലെങ്കിൽ ഞാൻ വരച്ചില്ലായിരുന്നു. വേണ്ടായിരുന്നു സത്യം പറഞ്ഞ. അങ്ങനെയുണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങൾ മറ്റേ ഈ മറ്റേ വീഡിയോസ് ഒക്കെ എന്താ ചാലഞ്ച് വീഡിയോസ്, മറ്റേ വഴി കൂടെ പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ 10,000 രൂപ കൊടുക്കുക, 10 മിനിറ്റ് കൊണ്ട് ചിരിക്കാൻ പറയുക, അല്ല 10 മിനിറ്റ് ചിരിക്കാൻ അല്ല 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറയുക, അങ്ങനത്തെ ചാനലൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഞാൻ അങ്ങനെ കൊടുത്തിട്ടാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനൊരു വീഡിയോ ഒക്കെ ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ഒരു കണക്കൂട്ടിൽ നിങ്ങൾ തെറ്റിച്ചു കളഞ്ഞു. പുറത്തിടാതിരിക്കാൻ പറ്റുമോ പ്ലീസ്? അല്ല എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അല്ല സീരിയസ് ആയിട്ട് വെച്ചതാ. ഞാൻ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളല്ല. അപ്പൊ ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇത് കട്ട് ചെയ്യോ? ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കരുതി വന്നതാ. തനിക്ക് വേണ്ടെങ്കിൽ ഇടത്തില്ല, പക്ഷെ എനിക്ക് കണ്ടിട്ട് അങ്ങനെ ഒരു മോശമായിട്ടൊന്നും ഇല്ല. നമ്മള് നമ്മുടെ കാര്യം നമ്മൾ സ്വന്തമായിട്ട് വന്ന് ധൈര്യമായിട്ട് വന്ന് കാര്യം പറഞ്ഞു ചിരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞു, പക്ഷെ ഇത് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോ ഇത് വേറെ വേറെ രീതിയിലായിരിക്കും പോകാൻ പോകുന്നത്. അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ അടുത്ത് പറയുന്നത് ഇന്നോട് ഞാൻ മര്യാദക്ക് അന്നേരെ പറഞ്ഞതല്ലേ അടങ്ങി വീട്ടിലിരിക്കാൻ വേണ്ടിട്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഈ സാധനം പുറത്തു വരുമല്ലോ,
അപ്പൊ ഇത് അവസാനം ഏറെ കയറി കഴിയുമ്പോൾ ഇൻസ്റ്റയിൽ വരുമല്ലോ. എനിക്ക് കുറെ കൂട്ടുകാരുണ്ട്, ഇവരെല്ലാം കൂടി ഇത് എടുത്തിട്ട് എനിക്ക് മനസ്സിലാത്ത ബിറ്റ് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുവാണ്. അത് കണ്ടിട്ട് കുഴപ്പമില്ല. അതായത് അല്ല ഇപ്പഴും സംസാരിച്ചോണ്ടിരിക്കുവാണോ കൊച്ചി? ഞാൻ ഭയങ്കര ടോക്കറ്റീവാ. അതായത് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിർത്താതെ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രശ്നം വരുന്നത്. ഗെയിമിലുണ്ട്. അല്ല കട്ട് ചെയ്ത കുഴപ്പമില്ല. ഗെയിമിലാണ് ഇപ്പോഴും ഗെയിമിൽ കണ്ടിന്യൂ ആണ്. ട്രിക്കാണ്. നേരത്തെ വന്നില്ല തവള ആ സാധനം. അതാണ് നടക്കുന്നത്. ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ ക്യാമറ ലഞ്ചിന് മുന്നിലും സംസാരിക്കാൻ എനിക്ക് കുഴപ്പമില്ല. ആ ഒരു രീതിയിൽ ഞാനങ്ങ് പോകും. കാട് കയറി ചിലപ്പോൾ ഇപ്പൊ തുടങ്ങുന്നത് ഇവിടെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ വേറെ ആയിരിക്കും. അങ്ങനെ സംസാരിച്ച് ഞാൻ പോകും. ഇപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം എന്താണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അത് കഴിഞ്ഞ് ഈ വീഡിയോ വരുമ്പോഴേക്കും ദൈവമേ ഞാൻ ഇതൊക്കെ പറയാൻ പോയത്, അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് ഞാൻ എത്തുന്നത്. കുഴപ്പമില്ല, കുഴപ്പമുണ്ട്, എനിക്ക് കുഴപ്പമുണ്ട്. അതല്ലേ കണ്ടോ ചിരിച്ച് നിങ്ങൾ ചിരിച്ച്. അപ്പൊ ഞാനല്ലേ ജയിച്ചത്. ഓ മൈ ഗോഡ്. നിങ്ങൾ ഞാൻ പറഞ്ഞ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ക്യാമറ ഓഫ് ആയിക്കോളാം. ഞാൻ പറഞ്ഞ നിങ്ങൾ ക്യാമറ ഓഫ് ആക്കാനും തിരിച്ചു. അപ്പൊ ടെക്നിക്കലി ഞാൻ വിൻ ചെയ്തില്ലേ? ഹൗസേപ്പേ ഞാൻ പറഞ്ഞ കൊച്ചു ഗെയിമിൽ ഇപ്പൊ കണ്ടിന്യൂ ആണെന്ന്. ആ ചേട്ടൻ ബുദ്ധിയുണ്ട്. ചേട്ടന്മാരെന്താ ഞാൻ ചിരിച്ചില്ല. പറഞ്ഞില്ല ഞാൻ പല നമ്പർ കൊടുക്കും. ചേട്ടനോട് ചിരിക്കാൻ പറഞ്ഞ് ഞാൻ ചിരിച്ചില്ല. ആ ചേട്ടൻ കൊടുത്ത പണി മര്യാദക്ക് ചെയ്തു. ചിരിച്ചിട്ടില്ല. രണ്ടെണ്ണം വേസ്റ്റ്. പൈസ ഈ വീഡിയോ എന്താ ഇവർക്ക് സാലറി ഇല്ല. ഞാൻ ഇവരുടെ സാലറി കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കൊടുക്കരുത്. ആ സാലറി എനിക്ക് തന്നേക്ക്. ഞാനല്ലേ ഇവരെ കണ്ട ഞാൻ ഈ വീഡിയോ മൊത്തം ഞാൻ മാത്രം. നിങ്ങളുമില്ല, നിങ്ങളെ അപ്പൊ ഇടുന്നോണ്ട് കുഴപ്പമില്ല. ഹൗസേപ്പിന് അയ്യോ നിങ്ങൾ ചിരിച്ചില്ല. ഇനി പഠിക്കുന്നു വേണം. ഞാൻ കാണിച്ചാൽ എടാ പക്ഷേ കുറച്ചു നേരത്തുള്ള സഹതാപം ചേട്ടാ സീരിയസ്ലി ഞാൻ അന്നേരം പറഞ്ഞ ആത്മാർത്ഥമായിട്ട് ഉള്ളിന്ന് പറഞ്ഞതാ. ഞാൻ നോക്കുമ്പോ നിങ്ങൾ അതെ പിടിച്ചത് മാനേജർ 1000 കൊടുക്കും. ഈ അധികം പണിയെടുത്തു. 1000 പോരാ ആക്ച്വലി. അടുത്ത വീഡിയോക്കകത്ത് കാണാം. ഓക്കെ ബൈ 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 ബൈ. ദൈവമേ ഇറക്കരുതട്ടോ. ഇതിപ്പോ ഞാൻ ഇറക്കിറുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണെങ്കിലും ആദ്യം ചിരിക്കാതിരുന്നു അവരെ ഞാൻ ചിരിപ്പിച്ചു. ഐ പ്രൗഡ് ഓഫ് മിസ്. പൈസ പോയി. അർജുനെ പെട്ടെന്നൊരു ലോൺ കിട്ടുക തോന്നുന്നു. ഇവനെ മറ്റേ കരിനകത്ത് ഇത് മുക്കണ്ട ആരെന്നറിയാവാ. ഈ രണ്ടെണ്ണത്തിന് ഒരു കോമഡി പോലും അടിച്ചില്ല. എന്തിനാണോ ചിരിച്ചത് രണ്ടും കൂടി ഇരുന്ന്. അത് നമ്മൾ കുറച്ചു ഞാൻ ചിരിച്ചപ്പോ പറഞ്ഞിട്ട് രണ്ടും കൂടി ഇരുന്ന് ഇരിക്കല്ലടാ. നമുക്ക് പറ്റി വെളിയെല്ലാം തോന്നുന്നു. അടുത്തന്നെ ഇരിക്കുന്നേ. അടുത്ത എന്തായാലും ആട്ടെ ഒടുക്കത്തെ നല്ല മാഷാണ് ഇപ്പോൾ ചിരിക്കുന്നത്. അടുത്ത ആള്. ഹലോ. എൻ്റെ പേര് ആദിത്യൻ. അതെ. സ്ഥലം വൈറ്റില. അപ്പം ഞാനിന്ന് ഇവിടെ വന്നേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് 1-2 തിരുത്ത് ഉള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ അർജുൻ ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞായിരുന്നില്ലേ, മറ്റേ ബലൂൺ പോപ്പ് ചാലഞ്ചിലായിരുന്നു ആ സംഭവം ഞാൻ കണ്ടത്. ഏതായിരുന്നറിയോ? ഗാനരംഗമായിരുന്നു. ഭാരതം എന്നൊരു നാട്ടിൽ. അങ്ങനെയല്ല, ഭാരതം എന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗ്രഹമല്ലോ. വിങ്സ് ഇല്ല, അതുകൊണ്ട് ഞാൻ പിടിക്കുന്നില്ല. സ്ഥലം ആലപ്പുഴയല്ലേ? അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് തന്നെ ഒരു ഗാനം തുടങ്ങാം. ജനാർദ്ദനന്റെ വോയിസ്. ആലപ്പുഴ ഗംഗോരൂപിച്ചോരു തട്ടിന്മേൽ ചേറു, ആലപ്പുഴ ഗംഗോരൂപിച്ചോരു തട്ടിന്മേൽ ആ പടച്ചട്ടഭൂതച്ചിത വരുന്നു വീരൻ. ആ തൊണ്ടയിടും പാടാം. ഇനിയിപ്പോൾ അടുത്ത രംഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്നാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലാഷ് ആകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിട്ട് പോകത്തുള്ളൂ. അടുത്ത രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു മിമിക്രി രംഗമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അടുത്തത് വിനയ് ഫോൾട്ട്. ജാവ പവർഫുള്ളാണ്, അതേപോലെ തന്നെ അർജുൻ എംപിയുടെ കാർണിവറസ് ഡയറ്റും വളരെ പവർഫുള്ളാണ്. പക്ഷേ ഈ ബീഫൊക്കെ 24 മണിക്കൂർ കഴിക്കുന്നത് അത്ര സേഫല്ല. കാരണം എന്താണ് ഡൗട്ടുണ്ടോ? ഡൗട്ടുണ്ടോ? ഡോക്ടർ ഉണ്ടോന്ന്? ഡൗട്ടുണ്ടോ? ഡൗട്ടില്ല. ഡൗട്ട് പാടില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ചോദിക്കാം. ചോദിച്ചാലാണ് കാര്യങ്ങൾ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുള്ളൂ അല്ലേ? അതെ. ജാവ ഇസ് പവർഫുൾ, അതുപോലെ തന്നെ ബീഫും. കാർണിവറസ് ഡയറ്റ് ഞാനൊരിക്കൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 8ന്റെ പണി കിട്ടി. കാർണിവറസ് ഡയറ്റേ ചേട്ടൻ്റെ ഇൻസ്പിറേഷൻ കണ്ട് ഞാനങ്ങനെ ചെയ്തതാണ്. എനിക്ക് പക്ഷേ അതൊരു അല്പം പണി കിട്ടി. അതിൽ എന്ത് പറ്റി? പ്രധാനമായും ബീഫ് 24 മണിക്കൂർ കഴിച്ച് കഴിഞ്ഞാൽ, 24 മണിക്കൂറല്ല, ഒരു 4-5 മണിക്കൂർ ഇടവിട്ട് കഴിച്ച് കഴിയുമ്പോൾ ഡൈജഷൻ പ്രോബ്ലം വരും. എനിക്കല്പം ഡൈജഷൻ പ്രോബ്ലം വന്നായിരുന്നു. പ്രധാനമായിട്ടും ഉറക്കം തീരെ കുറഞ്ഞു പോയി. ചോറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ വിനയ് ഫോർട്ടും പോയി. വിനയ് ഫോർട്ട് സിനിമാടൻ ഇമിറ്റേഷൻ സ്റ്റൈൽ വിട്ടുപോയി. എന്നാലും ഞാൻ പിന്നെ മാക്സിമം തിരിച്ച് കയറ്റിക്കൊണ്ട് വരും. കാരണം അറിയാലോ, ജാവ ഇസ് പവർഫുൾ. അതേപോലെ തന്നെ ബീഫും. പക്ഷെ കാർണിവറസ് ഡയറ്റ് എന്നെ കൊണ്ട് പറ്റില്ല. അടുത്ത ഞാൻ കൊച്ചിൻ ഇനിഫേനെയാണ് അവതരിപ്പിക്കാൻ പോണത്. അതും അർജുൻ എംപിയുടെ സ്റ്റൈലിൽ. കാർണിവറസ് ഡയറ്റ് എന്താണ്? കാർണിവറസ് ഡയറ്റ് എന്ന് പറഞ്ഞു ഒരുമാതിരി കോപ്പില ബീഫും ബട്ടറും ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാർണിവറസ് ഡയറ്റേ എന്താണ്? നിങ്ങൾ ചിരിക്കില്ലേ? ഞാൻ പറഞ്ഞ ആ ചിരിക്കില്ലത് ഉറപ്പിച്ച് ഇറങ്ങിയേക്കാണ് അല്ലേ? അതെ. അല്ലെങ്കിലും അങ്ങനെയാടാ കൊച്ചനെ, നീയൊക്കെ ചിരിക്കില്ലെന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ പരമാവധി കഴിവിന്റെ പരമാവധി ശ്രമിക്കല്ലേ വേണ്ടത്. അച്ഛനാണ് വിളിക്കുന്നത്, വരിക. അച്ഛനാണ് നിൽക്കുന്നതെന്ന് കരുതുക. ഒരു കാരണവശാലും സംശയിക്കേണ്ട ആവശ്യമില്ല. നേരെ വരിക. നീ ഇത്തവണ ചിരിച്ചില്ലെങ്കിൽ തലയിൽ ഇടുത്തി വീഴും. മോനിക ലവ് യു മോനിക ബേബി മാ മോനിക ഹിച്ചിക്കിച്ചുമാ ഹിച്ചിക്കിച്ചുമാ ചുമട്ട് ചുമട്ട് ചും ചാക്ക് ചുമ 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 ചും ചാക്ക് ചുമട്ട് ചുമട്ട് ചും ചാക്ക് ചുമ ചുമ ചും ചും ചുമ 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 ചുമട്ട് ചുമട്ട് ചും. കാലറി എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞേക്കണത് ഡാൻസ് രംഗങ്ങൾ ഒരിക്കലും അവതരിപ്പിക്കരുതെന്നാണ്. കാരണം ഞാൻ മുന്നുള്ള സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ രംഗം ചെയ്ത് കഴിയുമ്പോൾ ഒറ്റയടിക്ക് അങ്ങ് എത്തി വൈറലോ അവിടെ അല്ല, അല്ലാണ്ട് എൻ്റെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ. അപ്പോൾ അവൻ പ്രത്യേകം ഇങ്ങോട്ട് കയറിയപ്പോൾ പറഞ്ഞായിരുന്നു ഡാൻസ് രംഗം മാത്രം നീ അവതരിപ്പിക്കരുത്. ഞാൻ പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് പഠിച്ച പണിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഡാൻസ് രംഗം തന്നെ അവതരിപ്പിച്ച് നിങ്ങളെ ചിരിപ്പിക്കാമെന്ന് കരുതിയത്. ഇനിയുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെ വേണ്ടി വരും. ചില സമയത്തെ മസിൽ ക്രാമ്പാവും, മസിൽ വെട്ടിക്കയറും. വർക്കൗട്ടൊക്കെ ഇത്തിരി കുറവാണ്, കൺസിസ്റ്റൻസി ഇല്ല. പോഞ്ഞിക്കര അതും വേണമെങ്കിൽ അവതരിപ്പിക്കുന്നു. ബോഡി ഷോ ബോഡിയില്ല, അതുകൊണ്ട് പാട്ട് വേണമെങ്കിൽ ആവാം. ഇന്നസെന്റിന്റെ സൗണ്ട് അല്ലേ? ഭാരതമെന്നാൽ ഭാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗ്രഹമല്ലോ. കുറെ കാര്യത്തിൽ സ്കിൽഡാ, ചിരിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രം സ്കിൽഡല്ലെന്ന് തോന്നുന്നു. എവിടെ എന്തോ പാളിച്ച പോലെയല്ലേ. അവസാനം ഇതായിരിക്കും എൻ്റെ രംഗമെന്ന് ഞാൻ വിചാരിച്ചു. രംഗം കുറേ ചെയ്തു ഇവിടെ. പക്ഷേ അവിടെ ഞാൻ മനസ്സിലാക്കി ഞാൻ എവിടെയൊക്കെയോ തളർന്നു. പക്ഷെ ഞാൻ ഇനി മുന്നോട്ട് തന്നെ പോകും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എവിടെയൊക്കെയോ പാളി അല്പം കൈപോയി, വിചാരിച്ച പോലെ ഏറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ അവസാന രംഗമെന്ന് ഞാൻ വിചാരിച്ച് ഈ രംഗത്ത് തന്നെ ഞാൻ തുടരും. ഇപ്പൊ രണ്ടാൾക്കാരാണ്. ഹലോ ഹായ്. രണ്ടുപേര് വെച്ച് ചെയ്യാനാണ് പ്ലാൻ. വർക്കൗട്ട് ആവുമെന്നറിയില്ല. അപ്പോൾ എൻ്റെ പേര് ജസ്റ്റിൻ. എൻ്റെ പേര് സുഹേൽ. സോറി പേര് മാറിപ്പോയി. എൻ്റെ പേര് സുഹേൽ. എൻ്റെ പേര് ജസ്റ്റിൻ. അപ്പോൾ ഞങ്ങളൊരു ലാഫിംഗ് ചാലഞ്ച് ആണല്ലോ നിങ്ങൾ ചെയ്യുന്നത്.
അതെ, അപ്പോൾ ഞങ്ങൾ അതിന് പ്രിപ്പയർ ആയിട്ടൊന്നല്ല വന്നത് ശരിക്കും പറഞ്ഞാൽ. പേര് കേട്ടപ്പോഴേ മനസ്സിലായി. സ്പോട്ടിൽ എന്ത് വരുന്നോ അത് ഞങ്ങൾ പറയുക, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഇച്ചിരി ടെൻഷൻ കൂടുതലാണ്, അത് ചെറുതായിട്ട് കാണുമല്ലോ. ഞങ്ങൾ കുറച്ച് ഇൻട്രോവേർട്സ് ആണ്. ഞങ്ങൾ ബേസിക്കലി ഇൻട്രോവേർട്സ് ആയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചിരിപ്പിക്കുക എന്നുള്ളൊരു ഐഡിയ പ്ലാനായിട്ടൊന്നും അല്ല ഞങ്ങൾ വന്നത്. എന്താണ് ഞങ്ങൾക്ക് ഇവിടെ തോന്നുക, പിന്നെ മെയിനായിട്ടൊരു ഇതെന്ന് വെച്ചാൽ ബ്രോയെ കാണുക, സംസാരിക്കുക, നിങ്ങളുടെ ഒരു പ്രോസസ്സ് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ വന്നത്. ഒരു പഠനത്തിനാണ്. പഠനം ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങൾ എങ്ങനെയുണ്ടെന്ന്. ജസ്റ്റിനെ തുടങ്ങിക്കോ. നീ തുടങ്ങിക്കോ. നീ തുടങ്ങിക്കണം. തുടങ്ങടാ. നീ തുടങ്ങിക്കോ. ചിരിപ്പിക്കാ. ഇവരെങ്ങനെ ചിരിപ്പിക്കാനാ? ഇവരെ എങ്ങനെ കട്ട പിടിച്ചിരിക്കുമല്ലോ, എങ്ങനെ ചിരിക്കാനാ? ശരിയാണ്, ബ്രോഡൊക്കെ മോൻ കണ്ട 10ാം ക്ലാസ്സിൽ വൈവയ്ക്കിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ആണോ? ഫേസും വെച്ച് നമുക്ക് എങ്ങനെ ചിരിപ്പിക്കാനാണ്? ആ ട്രെയിനറിന്റെ മോൻ കണ്ടാണ്, അതാണ് എനിക്ക് മെയിൻ ആയിട്ട് തോന്നുന്നത്. ലാസ്റ്റ് പുള്ളി കാണുമ്പോൾ എനിക്ക് മറ്റേ എക്സാംസിൽ മറ്റേ ഇൻവിലേറ്റർ വരില്ലടാ, ആ ഒരു ഫീസ് എനിക്ക് ഫീൽ ചെയ്യണം. ഈ മറ്റേ കോപ്പി അടിച്ചിട്ട് നമ്മളെ പിടിക്കോ എന്നുള്ളൊരു മൈൻഡിലാണ് ഇരിക്കുന്നത്. അതെ അതെ, നമ്മൾ ആ ഒരു ധൈര്യത്തിരിക്കും, ചിരിക്കാതിരിക്കുവോ, ചിരിക്കുമ്പോൾ അവർക്കൊരു ഡൗട്ട് വരുമല്ലോ നമ്മൾ പൊക്കോ ഇല്ലെന്ന്. ആ ഒരു കോൺഫിഡൻസിലാണ് പുള്ളി ഇരിക്കുന്നത്. എക്സ്പ്രഷൻ വിടുന്നില്ല ബ്രോ. പിന്നെ അർജുൻ ബ്രോ ഓക്കെ ഒരു സ്മൈൽ വെക്കുന്നുണ്ട്, അപ്പൊ ചിലപ്പോ ചിരിക്കാൻ ചിലപ്പോ ചിരിക്കാതിരിക്കാണെങ്കിൽ എനിക്കൊന്നും അർജുൻ എംപിയാണ് ചിരിക്കാൻ ചാൻസ് എന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു. മറ്റേ ബ്രോ ആണെങ്കിൽ ടഫ് ലുക്കാണ്, ഒരു സീൻ ലുക്കായിട്ടാണ് എന്ത് വേണമെങ്കിലും നടക്കാം. ഒരു ഗാങ്സ്റ്റർ ലുക്കില് ആ കൈയൊക്കെ വെച്ചിട്ടല്ല, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു സീൻ വരുന്നില്ല. നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടോടാ അത്. തോന്നില്ല. നീ കഴിഞ്ഞിട് മറ്റേ മാസ്റ്റർ പീസ് ഇട്. ഏത് മാസ്റ്റർ പീസ്? ഉള്ളതൊക്കെ ഇട്. എൻ്റെ മെയിൻ ഒരു മോട്ടീവ് എന്ന് വെച്ചാൽ ഇത്രയൊക്കെ ചെയ്ത് നിങ്ങളെ ചിരിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ഒരു മെയിൻ മോട്ടീവ് എന്ന് വെച്ചാൽ ബ്രോയെ കാണുക, ഒരു ഫോട്ടോ എടുക്കുക, പോവാന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. നിങ്ങൾക്കറിയാവോ, ഇവൻ അർജുൻ എംപിയെ ഒരു ദൈവത്തെ പോലെ കാണുന്നത്. സത്യം കിട്ടും. പ്രൂഫ് കാണണോ? പിള്ളേർക്ക് കാണണോ? എട് സാധനം ഇട്. വേണോ? ഇടാ വേണ്ട. എട്. ബ്രോയുടെ ഫോട്ടോ ആണ് ഞാൻ വാൾപേപ്പറായിട്ട് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്കത് മാറ്റാലോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തല്ലോ, കണ്ടോ? വാൾപേപ്പർ കാണിച്ചു. ക്യാമറ ഫോക്കസ്, ക്യാമറ ഇത് കണ്ടോ? ഇതാണ് ഇവൻ്റെ വാൾപേപ്പർ. ഡെയിലി രാവിലെ ഇത് കണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇവൻ കമ്പനിയിൽ പോവാറ്. നിങ്ങൾക്കറിയാവോ? മച്ചാനെ 3 പേരും ചിരിച്ച്. ഞാൻ ഉദ്ദേശിച്ച എന്റെ ബോഡി കാണിക്കുന്ന ഫോട്ടോ ഞാൻ അറിയാത്ത ഫോട്ടോയിലെടുത്ത് ചിരി മാറിയതാ. പിന്നെ ഞാൻ എന്നെ നോക്കുന്നുണ്ട്. വീടൊക്കെ കൂട്ടത്തിലൊരാൾ കൂടെ ഉണ്ട്. ആരാണ്? മച്ചാനുണ്ടല്ലോ ഇതിനകത്ത്. നിങ്ങൾ രണ്ടുപേരും കൂടെ ആണല്ലോ പോകുന്നത് അവിടെ. ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ രാവിലെ ഒക്കെ ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് നമുക്കും മനസ്സിന് ഭയങ്കര ഈ ഫോട്ടോയാ അല്ല പറയുന്നേക്ക് അതല്ല, മനസ്സ് ഭയങ്കര ഡസ്റ്റായിരിക്കും. നമ്മൾ ഡിപ്രസ്ഡ് ആകുമ്പോൾ ഈ ഒരു ഫോട്ടോ കാണുമ്പോ ഒരു സന്തോഷം. ദേഷ്യം വരുമ്പോ ഇതിനകത്തോട്ടാണ് നോക്കുന്നത്. ഇത് കാണുമ്പോൾ ആർക്കാലും ഒരു ചിരി വരുമല്ലേ, അതാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ. പൊട്ടിയല്ലേ ഏകദേശം അതുപോലെ പറയാം. വീഡിയോ കാണുന്നവർക്ക് വേണമെങ്കിൽ ഇതൊരു വാൾപേപ്പർ ഒക്കെ ഇട്ട് എപ്പോ ഒരു നിങ്ങൾ ഡെസ്പേർട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതാണ് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്വന്തം ഫോട്ടോ ഇട്ടിട്ട് ചിരിച്ചാണ് കോമഡി. എന്റെ ഫോട്ടോ തിരിച്ചല്ലേ എന്റെ ഫോട്ടോ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ നോക്കുന്നതാണ്. ബ്രോഡ് ആ വീഡിയോ ഉണ്ട്, അന്നത്തെ ദിവസം ഫുള്ളും ചിരിയായിരുന്നു. ആ ഒരു മാസ് ലുക്ക് പ്രതീക്ഷ ഞങ്ങൾ ഇരിക്കുന്നത്, ആ ഹെയറും ബിയർഡൊക്കെ സെറ്റാക്കി ബിൽഡപ്പ് അങ്ങനെയായിരുന്നു. അങ്ങനെ ഇട്ടൊരു ബിൽഡപ്പ് അതാണ് ഞാനും പ്രതീക്ഷിച്ചത്. ആ ബാർബർ എന്നെ ബിൽഡ് ചെയ്തെടുത്തത്. അവൻ്റെ പറഞ്ഞ സെറ്റാക്കി തരാം, ലുക്ക് മാറ്റിയേക്കും. ലുക്ക് മാറ്റുമെന്ന് തുടങ്ങിയപ്പോ ഇടയ്ക്ക് അതിന്റെ ഒരു ക്ലിപ്പ് കാണിച്ചായിരുന്നല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊക്കെ സെറ്റായി വരും, പിന്നെ അതൊക്കെ ബിയേർഡും കൂടെ സെറ്റാവെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ 100% ഷുവർ ആയിരുന്നു അതൊരു ഗംഭീര ലുക്കായിരിക്കും. പക്ഷെ വന്നപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. ബാർബർ എനിക്കൊന്ന് പോയി കാണണം. ബാർബർ കാരണം മനുഷ്യനെ കൂടെ അപ്പൊ കുഴപ്പമില്ല, ബാക്ക് ടു ആ ലുക്ക് ആയല്ലോ.
പ്രതീക്ഷിക്കാത്ത ആക്രമണമായിരുന്നു കാണാൻ താങ്ക്സ്. വേറെ ഒന്നുമില്ലല്ലോ. വേറൊന്നുമില്ല. എന്റെ ഒരു ഫോട്ടോ വെച്ച് പോയി പൈസ ഒരു അവിടെ ഇത്ര കിടന്ന് പ്രയത്നിച്ചെടുത്ത് താഴെ കിടന്ന് ഡാൻസ് കളിച്ച് പ്രയത്നിച്ച് ഒരു ഫോട്ടോ. ഞാൻ അവിടെ ചെന്നിട്ട് പറയണേ ഫോട്ടോ കാണിക്കാൻ, ഇനി ചിരിക്കത്തില്ല. ഈ ഫോട്ടോ ഇരിക്കത്തില്ല. ഞാൻ മറന്നുപോയ ഫോട്ടോയാ. കുറച്ച് നാളായില്ലേ ഇതൊക്കെ ചിലപ്പോ ആരെങ്കിലും കാണിക്കായിരിക്കും. വാൾ പേപ്പർ ആയിട്ട് കണ്ടപ്പോ നീ ഇതിന് വേണ്ടിട്ട് സെറ്റ് ആക്കിയല്ലേ? സത്യം പറയണം. ഫിക്സ്ഡ് എപ്പോഴും ഇങ്ങനെ തന്നെ. ഇത് ഇതിനു വേണ്ടിയുള്ളതല്ലേ? ഇടയ്ക്ക് വെക്കാറുണ്ട്. ഞാൻ പറയാം, എന്റെ ഭയങ്കര മൂഡ് ലോ ആയിരിക്കും. ഇനി അർജുനൻ ആയിട്ട് നിന്നുള്ള ഫോട്ടോ ആണ് DP എല്ലാം അതായിരിക്കും. ഓനെ അത്രേ ഉള്ളൂ. താങ്ക് യു. ബൈ ബൈ ബൈ. മാനേജറിന്റെ കയ്യിൽ പൈസ കളക്ട് ചെയ്ത് താങ്ക് യു. പ്രതീക്ഷിക്കാതെ കിട്ടി. ഒന്നും പറയാനില്ല. ഞാനല്ല കണ്ട ഇതില്. നിനക്ക് ഇന്ന് പൈസ ഇല്ല. എത്തി നോക്കിയാണ് എത്തി. ഇതെന്താണ് അവര് കാണിക്കുന്നത്? ഇവിടെ ഞാൻ സംബന്ധ ആ ക്യാമിലോട്ടല്ലേ കാണിക്കുന്നത്, ഞാൻ കാണില്ല. ഞാനിങ്ങനെ ചുമ്മാ ക്യാഷിലോട്ട് പോയി കണ്ടപ്പോ തന്നെ പോയി ഇങ്ങനെ ഇരിക്കുന്നു. കാറിന്റെ അകത്തിരുന്നട്ടെ. കൊറേ നേരം ഇരിക്കണേ. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല. ഈ പ്രായത്തുള്ളവരെ വിശന്നിരിക്കാൻ പാടില്ല. ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ട് തരാം. തിന്നാനാ? നിനക്കത് കേട്ടപ്പോ തന്നെ തിന്നാനാന്ന്. തിന്നാൻ പറ്റിയാലും ആർക്കെങ്കിലും ഗേൾ ഫ്രണ്ട് ഇല്ലാത്തതുണ്ടോ? ഗേൾ ഫ്രണ്ട് ഗേൾ ഇല്ലാത്തവർക്കേ തരുള്ളൂ. ഉണ്ട്. ഒന്ന് എന്നാ ഇത് പിടിച്ചോ. എംബിക്കൂല്ലേ ഗേൾ ഫ്രണ്ട്? ഗേൾ ഫ്രണ്ട് അയ്യോ മാറിപ്പോയി. ഇത് പിടിച്ചോ. ഞാൻ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചാണല്ലോ. കടക്കാരൻ എന്തോ പറഞ്ഞു എൻ്റെ അടുത്ത്. ചതിയങ്ങാനും വേണോ? ഇല്ല, കടക്കാരൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. ഗേൾഫ്രണ്ട് ഇല്ലാത്തവർക്ക് എന്നാണ്. ഇല്ലാത്തവർക്ക് അതിനകത്ത് ഒരെണ്ണം മിണ്ടു എന്ന് പറഞ്ഞ മിണ്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഒരെണ്ണം മിണ്ടില്ല എന്ന് പറഞ്ഞു. ഇത് മിന്റ് ആണോ? മിന്റ് വേണം. ഇതെന്താ മധുരമാണോ? അതിനകത്ത് മിണ്ടില്ല. മധുരമാണോ? മറ്റേത് മിണ്ടും. അതുകൊണ്ട് ഗേൾഫ്രണ്ട് ഇല്ലാത്തവർക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊടുത്തത് ഞാൻ. നീ കുടിച്ചോ. അപ്പോൾ എന്താ വെറുതെ ഇരിക്കല്ലേ? വാ, അത്ര നേരം കുറേ നേരം ഇരിക്കണം. വാ, ഞാൻ എണീറ്റായിരുന്നു. നമുക്ക് വേറെ പോസ്റ്റിലിരിക്കാം. വാ, ഞാൻ പോയിട്ട് വരാം. ഞാൻ വിളിച്ചതല്ലേ, എന്നെ ചിരിപ്പിക്കാനാണെന്ന് തോന്നുന്നു. കസേര ഇല്ലാണ്ടിരിക്കറിയോ? കസേര ഇല്ലാണ്ടിരിക്കറിയത്തില്ല. ഞാൻ വേറെ പഠിപ്പിച്ചുതരാം. വേണ്ട വേണ്ട, നീ പഠിച്ചാൽ മതി. ഞാൻ പഠിപ്പിച്ചുതരാം. ഇരിക്കി കൊണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഓടിച്ച് കൈ ഇല്ല ഇങ്ങനെ ഓടിക്കും. ഇപ്പുറ സൈഡ് എങ്ങനെ? അപ്പുറ സൈഡിൽ കൈ ഇടിക്കും. കൈ ഇങ്ങനെ ഓടിക്കൂ. എന്നിട്ട് ഇവിടെ വെച്ച് എന്നിട്ട് ഇരുന്നേ. ആയിരുന്നു. കുറച്ചുകൊണ്ട് ഇരുന്നേ. ആയിരുന്നു. ഒരു സുഖം ഉണ്ടോ ഇരിക്കാൻ? നല്ല സുഖമുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കാറുണ്ട്. കുറച്ചുകൊണ്ട് ഇരുന്നേ. കംഫർട്ടാണോ? കംഫർട്ടാണ്. ആണ്. ഓക്കെ ആണ്. കയ്യിലിരിപ്പല്ല, അതുകൊണ്ടാണ്ടോ. അടുത്ത നിങ്ങൾക്കുണ്ട്. മേടിച്ചോ. ഉണ്ട്, തരാം. എല്ലാവർക്കും തരാം. കുടിച്ചോട്ടെ? കുടിച്ചോ കുടിച്ചോ. അത് പച്ചവെള്ളം നിറച്ചാന്നുള്ളൂ. ചാടി പോയിരുന്നു കുറച്ച് മുമ്പ്. വേറെ ഉണ്ട്. കയ്യിലൊരു പച്ചയല്ല ഉണ്ട്. ഇനിയുണ്ടോ സംഭവങ്ങൾ? ഇനിയുണ്ട്. വെറ്റിലാണോ? വെറ്റിലല്ല, ഒരു എന്തോ മുറുക്കാനുള്ളതാണ്. ഇത് എന്ത് കളറാണെന്നറിയോ? പച്ച. പച്ചല്ലേ? എൻ്റെ ആദ്യത്തെ പച്ച പിടിച്ച വ്ളോഗ് അത്. ആദ്യത്തെ പച്ച പിടിച്ച വ്ളോഗാ? ആണോ? എന്തായാലും അടുത്ത വ്ളോഗ് ഇട്ട് പച്ച പിടിക്കട്ടെ. ഇവിടെ ഒരുപാട് പച്ച പിടിക്കുന്നുണ്ടല്ലോ. അവൻ എന്നെ ആക്കിയതാ, മനസ്സിലായില്ലേ? ഇല്ലേ, ആദ്യത്തെ പച്ച പിടിച്ച വ്ളോഗാണെന്നത്. ഊക്ക് കേട്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ നാദാ. കത്തുന്നില്ല. നമ്മൾ ഊക്കാൻ വന്നതാണ്. അവൻ വേറെ വീഡിയോ സ്റ്റേജ് മാറിപ്പോയി. റോസ്റ്റ് വീഡിയോ പറയാൻ വന്നിരിക്കുന്നത്. പിന്നെന്താ, എത്ര ഉള്ളു. ചിരിക്കാണ്ട് ഇങ്ങനെ ഇരിക്കണ്ട. എന്തെങ്കിലും കൂടെ ഇത്രേ ഉള്ളൂ. അപ്പം തിരക്കുമല്ലേ? ഇല്ല, ഇല്ലേ? ഇനിയുണ്ടോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനിയില്ല. അവ തിരക്കുമല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. പോയി എല്ലാം പോയി. അവനെന്തോ ലാസ്റ്റ് എന്തൊക്കെ പറഞ്ഞ അവിടെ കുനിഞ്ഞിരുത്തിയിട്ട് അങ്ങനെ ഇരുന്നോളെ. ഇരിക്കത്തേ ഉള്ളന്ന് അങ്ങനെ അങ്ങനെ ഇരിക്കത്തേ ഉള്ളന്ന്. ഞാൻ അത് മേടിച്ചാൽ മതിയായിരുന്നു. എംബിനെ കൊണ്ട് ഇരുത്തിയാലവൻ. ഒരു ഹായ് കൊടുക്കോ? ലൈനാണോ? ലൈന? ലൈനല്ലേ?
പിന്നെ എനിക്കൊരു ചാനലുണ്ട്. ഓ ചിരിപ്പിക്കുമല്ലോ അല്ലേ? മാക്സിമം ഞാൻ അങ്ങനെ കേട്ടോ തുടങ്ങിയോ ചോദിക്കും. ഹായ് ഹലോ എങ്ങനെയുണ്ട്? ഹായ് 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 ഹലോ 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 ഹലോ. എന്താ പറയണ്ട, അത് ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് വേറെ കാര്യം. ഞാൻ ഒരുപാട് ഇങ്ങനെ ആഗ്രഹിച്ചൊരു സെറ്റാണത്. കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. അത് ഒന്ന് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഈ സാധനം. പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. അപ്പൊ നീ ഫോൺ വെച്ച് വന്നിട്ട് ഫോണൊക്കെ എടുത്ത് നീ വീഡിയോ ഇടുന്നുണ്ടോ? ഇല്ല, വീഡിയോ ഇടുന്നുണ്ട്. ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ? അല്ലല്ല, വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഇല്ല, ഞാൻ ആദ്യമായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യമായിട്ടാണ്. അല്ല, ഞാൻ ആദ്യമായിട്ടല്ല ക്യാമറ മുമ്പിൽ. തവള. ഓക്കെ ഓക്കെ. അല്ല, ഞാനുണ്ടല്ലോ മെയിനായിട്ട് നമുക്ക് പലർക്കും പല ഇതായിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് ചിരിപ്പിക്കാനുള്ള ഒരു സംഭവം കിട്ടിയില്ല. എന്നോട് പറഞ്ഞിരുന്നു പറഞ്ഞാൽ നിങ്ങളുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 പേരുണ്ടാവും ചിരിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ഇരുന്ന് പ്രിപ്പയർ ചെയ്തു, മിനിഞ്ഞാണ് പ്രിപ്പയർ ചെയ്തു, ഇന്ന് രാവിലെ ബാത്റൂമിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്തു. ഒന്നും കിട്ടിയില്ല. പലർക്കും പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. എൻ്റെ ടേസ്റ്റ് വേറെയാണ്. നിങ്ങൾ പറഞ്ഞില്ല. പക്ഷേ ഇത്രേ ഉള്ളു. അല്ല, മെയിനായിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നു. അല്ല, ചേട്ടൻ ആലപ്പുഴക്കാരൻ, ഞാനും ആലപ്പുഴക്കാരൻ. നമ്മുടെ ഒരു ബ്ലോഗർ പേര്. ചേട്ടൻ കുറച്ച് ഹൈ ബ്ലോഗർ, ഞാൻ കുറച്ച് ലോ. അപ്പം ഇത്ര ഉള്ളു. അല്ല, ഫോട്ടോ എടുക്കണം. പിന്നെ ഒരു കാര്യങ്ങൾ പറയാനുണ്ട്. ചേട്ടൻ ഉണ്ടല്ലോ, ആ സോഫയിൽ നിന്ന് എന്നോട് ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് വന്നതാണ്. ആ സോഫയിൽ ഫോട്ടോ എടുക്കണം. ആ സോഫ ഉണ്ടല്ലേ, ആ സോഫയിൽ ചേട്ടൻ ആ സോഫ. ഇത് കാസ്റ്റിംഗ് കൗച്ച് അല്ല. ആ, കുഴപ്പമില്ല, നമ്മുടെ ആഗ്രഹമല്ല ചേട്ടാ. അവന്റെ ആഗ്രഹമല്ല സാധിച്ചു. അവൻ ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ നിന്നോട് ചേർത്തലെന്നോട് സോഫ ഇരുന്ന് ചേട്ടൻ ഫ്രണ്ടിൽ എനിക്കൊരു ഇതാവും. ഞാൻ ഫ്രണ്ട് ഇരിക്കാണ്. അങ്ങനെയല്ല, ഇങ്ങനെ ഒരുമിച്ച് ഇതല്ല കേട്ടോ. ഇതല്ലെന്ന് ഏതല്ലെന്ന് പരിപാടി കഴിഞ്ഞ് വാ ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. നീ ചിരിക്കി. എങ്ങനെയുണ്ട്? സുഖല്ലേ? അല്ല, നിങ്ങളുടെ ഫോട്ടോ എടുക്കണം. ഞാൻ കേട്ടോ എനിക്ക് വയ്യ. നീ ഉയരങ്ങളിലെത്തും. പിന്നെ ഒരു ദിവസം കാണുന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. താങ്ക് യു ക്യാമറ ചേട്ടാ. സത്യം പറഞ്ഞോണ്ടല്ലേ, ഇവിടെ വന്നവരിൽ ഭൂരിഭാഗവും എംപി ആയിട്ട് ഫോട്ടോ എടുക്കാൻ വന്നത്. പിന്നെ ഞാനുമായിട്ട് എന്താണ് ട്രെയിനറിനെ വന്നപ്പോ തന്നെ ട്രെയിനറിനെയും ചോദിച്ച് ആണാ ആണാ ആണാ. ഹലോ ഗൈസ്. ഹായ്. ഓക്കെ, കോമഡി ഒന്നും നമുക്ക് പറ്റൂല. നമുക്ക് കുറച്ച് മെന്റലിസം ആയാലോ. ഒരാൾ വേണം എനിക്ക്. ബ്രോ എന്നെ തന്നെ പിടിച്ചില്ല. ഇല്ല, വരുന്നില്ല. വരുന്ന മതി. നീ തന്നെയാണ് മെയിൻ. ബ്രോ വേണമെന്നില്ല, ആയാലും മതി. ബ്രോ ആയാലും മതി. അല്ല, കുഴപ്പമില്ല. അവനെ സത്യസന്ധമായിട്ട് അവനെല്ലാം വിളിച്ചു പറയും. അതുകൊണ്ട് എന്നാ ബ്രോ ഒന്നും കുഴപ്പമില്ല. ചില ഷോട്ട് ആരാ വരുന്നത് ഇപ്പൊ? ബ്രോ കുഴപ്പമില്ല. വരണോ? ഓ വാ, ചെല്ല്. ഒരു കാര്യമില്ല. ഇത് വെച്ചോ, കൈ വെച്ചോ. ഓക്കെ, നല്ലതാണെന്നുണ്ടെങ്കിൽ എനിക്കും കൂടെ നോക്കണം എൻ്റെ ജാതകം. ബ്രോ ഇപ്പം ആരെങ്കിലും ഒരാൾ മനസ്സിൽ നിന്ന് ബ്രോയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ദൈവത്തിനെ മനസ്സിൽ കാണിച്ച് വേറൊരാളെ ഒന്ന് എഴുതിക്കും. പേപ്പർ എന്നെ കാണിക്കണ്ട, ഞാൻ തിരിഞ്ഞു കാണിക്കത്തില്ലല്ലേ. ഓക്കെ, അവരുടെ പേര് എഴുതില്ലേ? എന്നെ കാണിക്കണ്ട. ഞാൻ ഇപ്പോൾ നിങ്ങൾക്കൊരു സാധനം തരാം. നിങ്ങൾ ഇത് കൈ വെച്ചോ രണ്ടുപേരും. ഓക്കെ ഓക്കെ, നോക്കണം. ഞാൻ പറയാം അൺലോക്ക് ചെയ്യാൻ പറയണം. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ആ മനസ്സിൽ വിചാരിച്ച ആളുടെ ഒരു ഫസ്റ്റ് ലെറ്റർ ഒന്ന് മനസ്സിലൊന്ന് എന്ന് പറയാം. കണ്ടു നോക്കിയോ? ഓക്കെ, ഒരു എത്ര ലെറ്റർ ഉണ്ടെന്നൊന്ന് മനസ്സിൽ വിചാരിച്ചേ. അങ്ങോട്ടിരുന്നു അവരിവിടെ കാണിച്ചു തന്നിട്ട്. ക്യാമറ വേണേ കാണിച്ചോ. ക്യാമറ കാണിച്ചു മാത്രം പറയണ്ട. ഇനി ഞാൻ അൺലോക്ക് ചെയ്യുമ്പോൾ ആളെ നിങ്ങൾക്ക് കാണാം. എന്താ എഴുതിയിരിക്കുന്നു? 2580 79. ചിരിക്കാനില്ലെന്ന് എനിക്കറിയാം, ബട്ട് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, അത് വെച്ചോ. അത് നമുക്ക് എല്ലാം മായ്ച്ചള. ഓക്കെ, ഞാനത് മെന്റലിസ്റ്റ് അനന്തുവിൻ്റെ
ശിഷ്യനായിരിക്കും. ഞാൻ മെഡലിസ്റ്റ് ഒന്നും പഠിച്ചിട്ടില്ല. അത് മനസ്സിലായി, അത് ബോൾ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് കത്തി. ഇനി ഞാൻ എൻ്റെ കുറച്ച് ഹിഡൻ ടാലൻസ് കാണിച്ചു തരാം. നിങ്ങൾക്കും ചെയ്യാം, ചിലപ്പോൾ ചെയ്യാൻ പറ്റും. ഡാൻസ് ആണോ? ഡാൻസ് അല്ല, ജസ്റ്റ് നമ്മൾ കുറച്ച് സാധനങ്ങളാണ്. വിസിലടിക്കാൻ അറിയില്ല എല്ലാവർക്കും? വിസിലടിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വായിൽ വിരലിട്ടുള്ള വിസിലടി അല്ല, അല്ലാത്ത നോർമൽ വിരലില്ലാത്ത നമ്മൾ ഇങ്ങനെ അടിക്കല്ലേ. ഇത് വെച്ചിട്ട് നമുക്ക് വേറെ സാധനം ചെയ്യാൻ പറ്റും. നമ്മുടെ ആംഗ്രി ബേർഡ്സിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ട്, അറിയാം? കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ സാധനമുണ്ട്. ഇതുപോലെ വേറെ 2-3 ഹിഡൻ ടാലൻസ് ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചെയ്ത് നോക്കുന്നു ബ്രോ. ചെയ്ത് നോക്കട്ടെ. എന്നെ കൊണ്ട് തരാതില്ല. കഴിഞ്ഞ ദിവസം നോക്കട്ടെ, വരട്ടെ, വരുമോ? വിസിലടിക്കാതെ ഇനി മറ്റേ ആ സാധനം കൂടെ നടക്കുന്നില്ല. വേറെ സാധനം ചെയ്യാം. ചിരിപ്പിക്കാനൊന്നുമില്ല, പ്രഷർ ഭയങ്കര. വയറ്റിലല്ല, മൊത്തത്തിൽ പ്രഷർ. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തതൊന്നുമല്ല ഇവിടെ നോക്കണ്ട. ഞാൻ എക്സ്പെക്ട് ചെയ്ത് കുറച്ചുകൂടെ ചില്ലായിരിക്കും എന്നാണ്. പക്ഷെ ഞാൻ ചില്ലല്ല, അതാണ് ടെൻഷൻ. അതെ, ഞാൻ വേറെ കാര്യം ചോദിക്കാം. അല്ലെങ്കിൽ കുറച്ച് ഒഫൻസീവ് ആകാൻ ചാൻസ് ഉണ്ട്. ഒരു പീഡോഫൈൽസിന് ഇഷ്ടപ്പെട്ട നമ്പർ എത്രയായിരിക്കും? ഒരു നമ്പറോ? പീഡോഫൈലിന് ഇഷ്ടപ്പെട്ട നമ്പർ എത്ര? 8. അതെ, ബിലോ 10. അതെ, മനസ്സിലായോ എന്തോന്ന് പീഡോഫൈൽ? എന്ത് വേണ്ട, ഞാൻ എക്സ്പ്ലെയിനും വേണ്ട, പോട്ടെ. മനസ്സിലായി. ഓക്കെ, പോട്ടെ. നമുക്ക് കുറച്ച് സ്റ്റീരിയോ ടൈപ്സ് നോക്കാം. ഓക്കെ, ഞാൻ കുറച്ച് സാധനങ്ങളുടെ പേര് പറയാം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വരുന്ന ജില്ല ഏതെന്ന് പറയാം. ഓക്കെ, ഞാൻ വരുന്ന കൊല്ലത്തുനിന്നാണ്. സോ പച്ചലേസ് ഏതാ വരുന്നത്? മനസ്സിലാദ്യം വരുന്നത് ജില്ല? മനസ്സിലാദ്യം വരുന്ന ജില്ല പച്ചലേസ് എന്ന് പറയുമ്പോൾ വരുന്ന ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്ന ജില്ലയാണ്. അത് കൊല്ലമല്ലേ വരുന്നത്? അതെ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. സോ അതുപോലെ നോക്കുകയാണെങ്കിൽ ആന, തൃശ്ശൂർ. അത് കഴിയുമ്പോൾ കുറച്ച് ഡ്രഗ്സ് എന്നൊക്കെ പറയുമ്പോൾ മലപ്പുറം. ഡ്രഗ്സാ? വെറുതെ പറഞ്ഞ എല്ലാ ജില്ലയും പറയാൻ പറഞ്ഞില്ല. അങ്ങനൊന്നും പറഞ്ഞൂടാ. തിരിച്ചില്ല. ഓരോടെ പറയാം. പാരഷൂട്ട്. ഇവരൊറ്റടിക്ക് ഞാൻ ഒരു ജില്ല പറഞ്ഞു. ഡ്രഗ്സ് കൊച്ചി പറയേണ്ടായിരുന്നു, ഞാൻ പറഞ്ഞത്. അവനവിടെ എല്ലാം പൊളിറ്റിക്കലി കറക്റ്റ് ആക്കാൻ നോക്കിയ കൊച്ചി ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു ജില്ല പറഞ്ഞപ്പോ മലപ്പുറത്തോട്ട് പോയത്. ഒരെണ്ണോടെ പറയാൻ വേണമെങ്കിൽ പാരഷൂട്ട്. ഓക്കെ, പാരഷൂട്ടിൽ വിളിച്ചിലൊക്കെ തിരിച്ചവൻ. ഇവന്റെ രാത്രിയിലെ പണി വില്ലറിനെ പറ്റി. അതാണോ? അങ്ങനെയായിരുന്നു. ഞാൻ അവിടെ വരെ എത്തിയില്ല. ഞാൻ ഇടയ്ക്ക് വെച്ചപ്പോ എനിക്ക് വലിയ റിലേഷൻ ഇല്ലാത്തോട്ട് അതൊക്കെ കത്തു. അന്നെ പിന്നെ കൊച്ചി പറയാനല്ലോ എനിക്ക് നേരത്തെ. അങ്ങനെയൊക്കെ പെട്ടെന്ന് അവൻ തൃശ്ശൂർ ഒറ്റ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ പെട്ടെന്ന് പറഞ്ഞ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് മലപ്പുറം ഞാനിങ്ങനെ നോക്കി മലപ്പുറം പറയുമ്പോ ചിരിക്കും. പെട്ടെന്ന് ആൻസർ കൊടുക്കുമ്പോൾ നല്ലൊരു വെയിറ്റ്, അതുകൊണ്ട് പറഞ്ഞ. ചിരിക്കാത്തപ്പോ ഞാൻ ടെൻഷനായി പോയി കേട്ടോ. പിന്നെ ഇത് മലപ്പുറം ചിലപ്പോ കിട്ടും, എയറിലാവോന്ന് അറിയില്ല. ഞാനിപ്പോ ഇറക്കോട്ടോ പോകും. പകുതിക്ക് വെച്ച് കട്ട് ചെയ്താൽ മോനെ ഫുള്ള് നേരെ എന്നെ പറഞ്ഞാലും അവന്മാര് കട്ട് ചെയ്യും. കിട്ടി, നമ്മളെ സാധനം ഇറക്കായില്ല, പക്ഷെ നമ്മള് വേറെ സാധനം ഇറക്കി. ഇതിനൊന്നും പറഞ്ഞൂടാ. ഞാൻ ഇവന്റെ പരിപാടി പണിയെന്നാ പറഞ്ഞു. ഞാൻ സ്ഥലപ്പേര് പറഞ്ഞില്ല. അവനറിയാത്, അവന്റെ പണി സായുധമാണ്. അറിയാതൊരു മലപ്പുറം പറഞ്ഞ. അയ്യോ, എൻ്റെ പേര് അതുൽ ജോ, ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. അപ്പൊ ഞാൻ ബിടെക് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ഗ്രാജുവേറ്റ് ആയിരുന്നു 4 വർഷം മുമ്പ്. അല്ലേ? എനിക്ക് 22 വയസ്സുണ്ട്. നിങ്ങളെ 3 പേരാണെന്ന് തോന്നുന്നു ഞാൻ ചിരിപ്പിക്കേണ്ട വ്യക്തികൾ അല്ലേ? ഞാൻ എന്നാ പയ്യെ തുടങ്ങാല്ലേ അല്ലേ? നിങ്ങൾ ആരാ ഏറ്റവും പെട്ടെന്ന് ചിരിക്കേലാത്ത ആള്? അതൊന്നും അറിഞ്ഞിരിക്കും. കണ്ടിട്ട് ആരായിട്ട് തോന്നുന്നു ചിരിക്കാത്തതായിട്ട്?
കണ്ടിട്ട് ചിരിക്കാത്തതായിട്ട് തോന്നുന്ന വ്യക്തി എനിക്ക് തോന്നുന്നു ആ വെള്ള ഷർട്ടിട്ട ചേട്ടനാണ്. കറക്റ്റ് ആണ്. എല്ലാവർക്കും എന്നെ അങ്ങോട്ട് പെട്ടെന്ന് പിടികിട്ടുന്നുണ്ട്. എന്റെ ചിരി കേട്ടാ അറിയാം, വലിയ ഇതില്ല. ചേട്ടന്മാരുടെ പേര് പറഞ്ഞില്ല. ഈ ചേട്ടനെ അറിയാവോ? ഈ ചേട്ടനെ എവിടെ കണ്ടല്ല പരിചയം. അതാണ്. എന്നെയും കണ്ടിട്ട് കാണത്തില്ല. എന്റെ ഒരു ബാലു ചേട്ടൻ. ഞാൻ അർജുൻ MP. അർജുൻ MP ചേട്ടൻ. അഭിരാം ചേട്ടൻ. ഞാനിപ്പോ ഇന്ന് പറയാൻ വരുന്നത്, നിങ്ങൾക്ക് സൈൻ ലാംഗ്വേജ് അറിയത്തില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. സൈൻ ലാംഗ്വേജ്, ആംഗ്യഭാഷ. അപ്പം ഞാൻ ഇന്നൊരു ആംഗ്യഭാഷയുടെ ഒരു സംഭവം കാണിക്കാൻ പോവുകയാണ്. സൂക്ഷിച്ച് കാണണം, ഇത് പഠിക്കുകയും ചെയ്യണം. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കും, ഇത് എന്താ ഉദ്ദേശിക്കണെന്ന്. നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം പറഞ്ഞാൽ സെറ്റല്ലേ? നമ്മൾ കാണിക്കേണ്ട വരുമോ? പിന്നെ കാണിച്ചാലല്ലായിരിക്കും, അത് കാണിക്കുകയും കൂടി ചെയ്യണം. സിമ്പിൾ സാധനങ്ങളാ. അപ്പൊ കാണിച്ചു. അവനെ നോക്ക്. ഒന്നുകൂടി കാണിക്കാം. കണ്ടില്ല, നല്ലതായിട്ട് കണ്ടത്. ഒരു മിനിറ്റ്, ഇത് ആവേശത്തിനകത്ത് ലാസ്റ്റ് നീ വാളെടുക്കുക. വാളെടുക്കണല്ല, ഒന്നുകൂടി കാണിച്ചാൽ ഇത് നിങ്ങൾ അർത്ഥവും പറയണം, റിക്രിയേറ്റും ചെയ്യണം. അമ്പാന്റെ മുതുകത്ത് 4 വെട്ട്, 18 വെട്ട്. സ്റ്റാർട്ടിങ് എനിക്ക് മനസ്സിലായി, രണ്ടാമത് എന്തോ എനിക്കൊന്നും മനസ്സിലായിട്ട് എന്തെങ്കിലും നിനക്ക് തലക്കാത്ത എന്തെങ്കിലും വേണം. എനിക്കൊന്നും എനിക്ക് മനസ്സിലായത് നല്ലവനായ ഉണ്ണിയായിട്ട് അഭിനയിക്കുന്ന, ക്യാമറയുടെ മുന്നേ അഭിനയിക്കുന്ന. അയ്യോ 18+ ആയിരുന്നു. എനിക്കത് പിടികിട്ടിയില്ല. ഒന്നുകൂടെ കാണിക്കാവാ? നോക്കട്ടെ, ഇനി നമ്മള് ചിന്തിക്കില്ല, അങ്ങോട്ട് ചിന്തിച്ചില്ല. സത്യം അല്ല, നല്ലവനായ ഉണ്ണി എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു. ഞാൻ നല്ലവൻ. ഇത്രയും നല്ലവനായ ചേട്ടനെ കണ്ടിട്ട് മനസ്സിലായില്ല. അതിനൊക്കെ സന്തോഷായിട്ടാ. ഇന്നത്തെ ദിവസം എനിക്ക് സന്തോഷമായി, ഇങ്ങനെ ഒരു നല്ല നന്മ മരത്തിനെ കണ്ടതില്ല. അപ്പൊ നിങ്ങക്ക് മനസ്സിലായത് പറഞ്ഞാൽ മതി. ഒന്നുകൂടെ കാണിക്കാവാ? ലാസ്റ്റ് ചിലപ്പോ ഒന്നുകൂടെ കാണിക്കുന്നത്. അവിടെ ആള് ചിരിക്കുന്നുണ്ട്. നിങ്ങൾ പറ എന്താന്ന് വെച്ചാൽ. ഞാൻ ചിരിക്കാത്ത എനിക്ക് മനസ്സിലായിട്ടില്ല. അത് സംഭവം പിടിയിട്ട് ചിലപ്പോൾ ഞാൻ ചിരിച്ചു പോകും, അത്രക്ക് സാധനമുള്ളതാണെങ്കിൽ. അല്ല, അവന്റെ ചിരി കണ്ടിട്ട് അവൻ സംഭവം പറയുന്നുണ്ട്. അവനിപ്പോ എന്താ കാണിച്ചതെന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. അതാ ഞാൻ ഊഹം വെച്ച് പറ. നീ ഊഹം വെക്കാൻ റിക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതൊന്നുമല്ല. എന്താ സാധനം? സീക്വൻസ് മറന്നുപോയി ചേട്ടൻ. എന്താണ്? നീ എന്താ അവിടെ നിന്ന് കാണിച്ചേ? നീ ഇവിടെ നിന്ന് കാണിച്ചേ? നീ ഒന്ന് കാണിച്ചേ, മനസ്സിലാവുന്ന നോക്കട്ടെ. ഒന്ന് എണീറ്റേ. ഫേഷ്യൽ എക്സ്പ്രഷൻ ഇത് ഫേസിൽ ഞാൻ കാണിച്ച അത് ചെയ്തില്ല. അത് ചേട്ടൻ ചെയ്തില്ല. എക്സ്പ്രഷൻ നിങ്ങൾ എന്തായാലും പറ. എനിക്ക് പിടികിട്ടിയില്ലെന്ന്. റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചോളൂ. നീ ഒന്ന് കാണിച്ചു നോക്കട്ടെ. എടാ ഞങ്ങൾക്ക് മനസ്സിലായി. നീ ഒന്ന് കാണിച്ചേ. അടുത്തുനിന്ന് കണ്ടാ മനസ്സിലാവും. നീ എണി ഒന്ന് കാണിക്കടാ. കാണിക്ക്. ഏകദേശം ചേട്ടൻ കറക്റ്റ് ആയിട്ടാ ഇത്. അതെന്താണ്? നിനക്ക് എന്ത് മനസ്സിലായി? എനിക്കൊന്നും മനസ്സിലായില്ല. പിടികിട്ടില്ലടാ. നീ പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവുമായിരിക്കും. ഇത് മനസ്സിലായല്ലോ. നീ ഇത് എന്താന്ന് വെച്ചാ നിങ്ങൾക്ക് അറിയാൻ ഏകദേശം ഒരു ഇത് വെച്ചിട്ട് ആലോചിച്ചോ. ഇനി തുണി പിഴിയുന്നതാണ്. തുണി പിഴിയണമൊന്നുമല്ല. പിന്നെ എന്താടാ ഈ പിഴിയുന്നത്? നീ തന്നെ പറ. എന്നെ പറയണോ? നീ തന്നെ പറ. നീ തന്നെ ചെയ്തത്. എന്നാ ഞാൻ പറയാം. യു കംപ്ലീറ്റ് മൈ ഹാർട്ട്, മൈ മീ. ഇത് തന്നെയായിരുന്നു ഇതിന്റെ വക്കത്ത് പോലും ഞാൻ വിചാരിച്ചില്ല. എനിക്കൊന്നും മനസ്സിലായി. എടാ ആംഗ്യ ഭാഷ കാണിച്ചാടാ. ആംഗ്യ ഭാഷ പറയുന്നത് എന്താണെന്ന് പറയാൻ പറഞ്ഞ. പക്ഷെ ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത്. നിങ്ങൾ ഇത്ര നല്ലവനായ 18+ ആണ് കണ്ടത്. 18+ അല്ല.
അല്ലേ? 18% ചിന്തിച്ച ചേട്ടൻ ഞാൻ ചിന്തിക്കണം എങ്ങനെ യു കംപ്ലീറ്റ് മീ ആണെന്നുള്ളത് എങ്ങനെ വരുമെന്ന് ഇടം വരെ എത്തിയില്ല ഇടം വരെ. എന്തായാലും നീ അടുത്ത കാണിച്ച അടുത്ത ഉറപ്പായിട്ടും ചെയ്യും. ഇനി നമുക്ക് അടുത്ത മാറ്റി പിടിക്കാം. ഇനി നീ കുഞ്ഞിക്കുക അതാണെങ്കിൽ ഹലോ അപ്പൊ ഞാന് ചിരിപ്പിക്കണ്ടത് മണ്ടത്തരം പറഞ്ഞിട്ട് ഇത് സാധാരണ സംഭവം. 2022-21 നമ്മളെല്ലാരും സിഗ്മ ഒക്കെ കളിച്ച് കോളേജിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പെൺപിള്ളേരാണ് പറ്റത്തില്ല സിഗ്മ കളിച്ചെന്നാ അങ്ങനെ എല്ലാവരും മിക്ക ആൾക്കാരും കോളേജിന്റെ ഫസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോ സിഗ്മ ഒക്കെ കളിച്ച് ഇങ്ങനെ നിപ്പായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ 25 ആയപ്പോഴത്തേക്കും എല്ലാവരുടെ പോലെ ആരേലും ആയാൽ മതി, ഗേ ആയാലും കുഴപ്പമില്ല, ആയാലും കുഴപ്പമില്ല, ആരായാലും കുഴപ്പമില്ല എന്നുള്ള ഇതിലായി. റിലേറ്റബിലിറ്റി ആയെന്ന് തോന്നുന്നല്ലോ. അപ്പം ആരായാലും കുഴപ്പമില്ല, നോ സ്റ്റാൻഡേർഡ്സ് നത്തിങ്. അതങ്ങനെ ആരായാലും കുഴപ്പമില്ല. എംബിനെ മതിയാ അവിടെ പോയി നിൽക്കാനായിട്ട് ഞാൻ സ്ട്രൈറ്റ് ആട്ടോ നല്ലപ്പോഴേ തോന്നി. തുടക്കത്തില് ഈ കംപ്ലീറ്റ് മീക്ക് അത് സ്ട്രേറ്റ് മനസ്സിലായത്. നീ സ്ട്രേറ്റാ. പിന്നെന്താ ഉള്ളത് വിശേഷം? പിന്നെ ഞാനൊരു പാട്ട് പാടാം. ഞാൻ കോളേജിലൊക്കെ ഭയങ്കര പാട്ടും പരിപാടിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പെൺപിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ ആരാധകർ കാരണം എനിക്ക് തട്ടിയിട്ട് നടക്കാൻ പറ്റാത്തത്ര ഇതായിരുന്നു. കാരണം ഗിറ്റാറൊക്കെ ഉണ്ടേ. അപ്പൊ ഗിറ്റാറൊക്കെ ആയിട്ട് ഗിറ്റാറിന്റെ പൊളിക്കായിരുന്നു ഇവിടെ വന്നിട്ടാണിത്. പക്ഷെ ഗിറ്റാറില്ലാത്ത സ്ഥിതിക്ക് ഞാനെന്നൊരു മലയാളം പാട്ട് പാടാം. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ബിഗിനർ ആട്ടോ. 4 വരി പാടും. ചിരിപ്പിക്കുന്ന ഷോ പക്ഷെ നീ പാടിക്കും. 4 നിങ്ങൾ ഇംപ്രസ് ആയി ചിരിച്ചാല് അതൊരു ഇതല്ലേ. സ്റ്റാർട്ടിങ് ഞാൻ ബിഗിനർ ആട്ടോ. നിങ്ങൾ എന്നെ ജഡ്ജ് ഒന്നും നമ്മളാരുമല്ലേ പാട്ടിന്റെ അല്ലേ? ജഡ്ജ് ചെയ്യാൻ ബാക്കിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാണ്. അങ്ങനെ കാറ്റുമൂളിയോ പ്രണയം കേട്ടുണർന്നോ ഹൃദയം നീ തലോടിയോ ആരോ മഞ്ഞിൽ തൂവലായി. ആ ചേട്ടൻ റൊമാൻസ് വരുന്നുണ്ടോ? അവനിച്ചിരി റൊമാൻറ്റിക്ക. ആളിച്ചിരി റൊമാൻറ്റിക് അല്ലേ? സ്ട്രൈറ്റ് ആട്ടോ. നീളുന്ന വരികളിൽ തേടുന്നതാരേ, തൂവല്ലി നിലവ് പോൽ കാണുന്നതാരേ, തൂവൻ പുലരി നിന്റെ ചുണ്ടിലീണമായി മാറിയോ പെണ്ണേ നീ അറിയാതെ നീ പെയ്യുമേ തേന്മഴ പോലെ മണ്ണിലും ഇന്നു നീ പെയ്യുമേ. ഹേ ഹേ കാറ്റുമൂടിയോ പ്രണയം കേട്ടുണർന്നുവോ ഹൃദയം നീ തലോടിയോ ആരോ മഞ്ഞിൻ തൂവലാൽ. താങ്ക്സ് ഫോർ താങ്ക് യു ട്ടോ. ഗിറ്റാർ ഉണ്ടാകുന്ന പൊളിക്കായിരുന്നു. സയ്യാരൊക്കെ പാടുമായിരുന്നെങ്കിൽ പക്ഷെ ഇവിടെ കേൾക്കൂല. പെൺകുട്ടികളുണ്ടെങ്കിലല്ലേ നമുക്ക് ഇവരെ പെണ്ണായിട്ട് സങ്കല്പിക്കും പാട്ടി. പക്ഷെ ചേട്ടനും കൂടി തോന്നണ്ടേ വല്ലോ? ചേട്ടനായിട്ട് തോന്നുമല്ലോ. എനിക്ക് തോന്നത്തില്ല, നിനക്ക് എന്താടാ തോന്നടാ എന്തെങ്കിലും ഒക്കെ ചിരിപ്പിക്കടാ. ചേട്ടനെ ആരെങ്കിലും ചിരിപ്പിക്കാൻ പാടാന്ന് എനിക്കറിയാം. ഈ കൂട്ടത്തിൽ പെട്ടെന്ന് ചിരിക്കണം ഞാനായിരുന്നു. പെട്ടെന്ന് ചിരിക്കുന്ന ഒരാള് ഞാനായിരുന്നു. ആണോ? പക്ഷെ ചിരിച്ച് ഞാൻ കണ്ടില്ല. ബാക്കിയുള്ള ചേട്ടന്മാര് മാത്രം ഒരു ചെറു പുഞ്ചിരിയെങ്കിലും നൽകി പ്രോത്സാഹിപ്പിക്കണം. ഞാൻ എന്നാ ഇനി ഒരു കഥ പറയാം. ഇതെങ്കിലും ഒന്ന് ഏറ്റാ മതി. ഏൽപ്പിക്കണം, നീ പൊള്ളിക്കണം. നമ്മുടെ കയ്യിൽ നിന്നിടും. എനിക്കൊരു കഥ അറിയത്തില്ല. ഞാൻ സ്പോർട്ട് കൊറിയോഗ്രഫിയാ. ഒരു അപ്പാപ്പൻ ഉണ്ടായിരുന്നേ. ഞാൻ ഇടുക്കിയിലാണല്ലോ, റേഞ്ചിലാ. അപ്പൊ ഞാനിങ്ങനെ ബസ്സിൽ പൊക്കോണ്ടിരുന്നപ്പോ ഈ അപ്പാപ്പന്റെ അടുത്താ ഞാൻ ഇരുന്നേ. എന്നായിട്ട് ചിരിക്കണ, ഞാൻ പറഞ്ഞു തന്നില്ല. അപ്പാപ്പന്റെ അപ്പാപ്പന്റെ അടുത്തിരുന്നപ്പോ അപ്പാപ്പനെ വിശേഷം ചോദിച്ചു. എന്നാ അപ്പാപ്പ എന്നാ വിശേഷം അറിയാവുന്ന അപ്പാപ്പനാ, വീടിനടുത്തുള്ള. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു കുഴപ്പമില്ല മോനെ, ഇങ്ങനെയൊക്കെ പോകുന്നു. കൊച്ചുമോൻ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുക, ഒരു രക്ഷയില്ല, പൂവാലന, ഭയങ്കര വിഷയമാ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു പ്രായത്തിൻ്റെ അല്ല അപ്പാപ്പ, കുഴപ്പമില്ല അതൊക്കെയാന്ന് പറഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ദേ ഈ അപ്പാപ്പൻ ആ ചേച്ചിമാരുടെ ഇടയിൽ കൂടെ കയറിപ്പോയിട്ട് വായി നോക്കി നിൽക്കണു. ആ വൈബായിരുന്നു പുള്ളി.
എന്നിട്ട് ഞാൻ അപ്പാപ്പനെ പിടിച്ച് മാറ്റിയിരുത്തി, അപ്പാപ്പ മകനെയൊക്കെ പറയണ കൊള്ളാം, അപ്പാപ്പന് ഇതാ അവസ്ഥ എങ്കിൽ പിന്നെ കൊച്ചുമാനെ കുറ്റം പറയാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരനെ ഇരുത്തി. എന്നിട്ട് പുള്ളിക്കാരൻ ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അഗ്രസീവായിട്ട് ഫാർട്ടിങ് ഒക്കെ തുടങ്ങി എൻ്റെ അടുത്തിരുന്നുകൊണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്നാ അപ്പാപ്പ ഇതെന്താ പരിപാടി? ഞാനൊരിത് മകൻ ഇത്രയും കാണിച്ചപ്പോൾ അപ്പാപ്പൻ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ മകൻ ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പാപ്പൻ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ആക്കണമെന്ന് ചോദിച്ചപ്പോൾ, എടാ മാനെ ഒന്നും തോന്നരുത്, ഇന്നലെ മരുമോൾ ഉണ്ടാക്കി തന്ന കിഴങ്ങറിയുടെ എഫക്റ്റാ ഇന്ന് നീ തീർക്കണേ, അല്ലാണ്ട് നിന്നോട് ഒരു വിദ്വേഷമോ വൈരാഗ്യമോ ഉണ്ടായിട്ടൊന്നും അല്ലെന്ന് പറഞ്ഞ് അപ്പാപ്പൻ അങ്ങനെ പോയി. എന്നിട്ട് ബാക്കിയുള്ള എല്ലാവരും, ബസ്സിലുള്ള എല്ലാവരും തന്നെ അപ്പാപ്പനെ നോക്കിയിട്ട് അപ്പാപ്പനെ ചവിട്ടി പുറത്താക്കി എന്നുള്ള രീതിയിലായി കണ്ടക്ടർ എല്ലാവരും കൂടി. ഈ അഗ്രസീവായിട്ട് പാർട്ടി പടപടാന്ന് പറഞ്ഞ് പടക്കം പൊട്ടിക്കണ പോലെ. അപ്പൊ നീ എന്തായാലും പടക്കം പൊട്ടിച്ച് വാതിൽ അവിടെ തന്നെ ഉണ്ട്, വിട്ടേക്കാനല്ലേ? അപ്പൊ താങ്ക് യു. കത്തിപ്പോവും കേട്ടോ. പാടാ ചിരിപ്പിക്കാൻ ഇച്ചിരി അധികം പാടാ. ഇവനത് പൊട്ടിച്ചിട്ട് ആ സമയം ഇടക്ക് പൊട്ടിച്ചിട്ട് ചിലപ്പോൾ ചിരിച്ചു പോയനെ പറഞ്ഞോണ്ടിരുന്നപ്പോ അല്ലേ, പറഞ്ഞു വന്നപ്പോൾ ഇടക്ക് പൊട്ടിച്ചിരുന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിരിച്ചു പോയനെ. ബ്രിങ് ദ ലാസ്റ്റ് പേഴ്സൺ. ഇത് അവസാനത്തെ ആളാണ്. ഇതിൽ നമ്മൾ ചിരിക്കും എന്ന് ഞാൻ പറയത്തില്ല. ഇവന്മാരൊക്കെ ഇപ്പോൾ സെറ്റ് ഫോമിലായിരിക്കുന്നത്. ഇനി ചിരിയില്ല, ഇനി അങ്ങോട്ട് ഫുൾ ഫോം. ഹായ്, എൻ്റെ പേര് രാഹുൽ, ഇടുക്കിന്ന് വരുന്നു. ഹായ്. ഒരാളും കൂടി വന്നാൽ നേരത്തെ ഇടുക്കിന്ന്. നല്ല ആംഗ്യ ഭാഷക്കാരാണ്. ആണോ? ആംഗ്യ ഭാഷ അറിയാം? ആംഗ്യ ഭാഷ അറിയാം, എൻ്റെ ബ്ലൈൻഡ് പീപ്പിളിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്താൽ മറ്റേത്. നീ മറ്റേ ആംഗ്യ ഭാഷ എനിക്ക് ക്ലിയർ ആയിട്ടില്ല. എം ബിക്ക് അല്ലേ ക്ലിയർ ആയി? എം ബി ഒന്ന് കാണിച്ചു കൊടുത്തു. അല്ലെ എം ബി കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടു. ഇതെന്താ ആംഗ്യമാണ്. ഞാൻ എന്നെ യു അത് ബിബി പോട്ടെ. നീ പറ. അപ്പൊ നിങ്ങൾക്ക് കാണാലോ, ഞാനൊരു ബേർഡിന്റെ ഇതൊക്കെ ഇട്ട് ഞാൻ കസ്റ്റമായിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. എൻ്റെ സ്വന്തം ബേഡാ, ചത്തുപോയി, അറയിപ്പിക്കിങ്ങണി. അപ്പം നല്ല ബേഡായിരുന്നു കേട്ടോ, നമ്മുടെ സ്വന്തം ആടായിരുന്നു. ഒരു ദിവസം എൻ്റെ മുട്ട കട്ട് തിന്നു, ഞാൻ അടിച്ചതിനെ പെരത്തി, ഇപ്പം അതിനെ ഫ്രൈ ചെയ്ത് തിന്നു. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് ഗേ ജോക്സിലോട്ട് പോവാം. ഒരു ഗേ മാൻ ഏറ്റവും ഇഷ്ടമുള്ള ക്രിക്കറ്റ് പ്ലെയർ ആരാ? നീ അല്ലേ ക്രിക്കറ്റ് കളിക്കാരൻ? പറ. ക്വിന്റൻ ഡി കോക്ക്. അതാരാ? അടുത്ത് എനിക്ക് സച്ചിനെയും മറ്റേ ധോണിനെയും കോഹ്ലിനെയും ഒക്കെ അറിയത്തുള്ളൂ. സത്യം. അത് വിളിച്ച് ഒരു ഗെയിം ആണ് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രഗ് ഏതാ? കോക്ടെയിൽ. അവൻ പോയെന്ന് പറയുന്നു അവിടെ. അവൻ വേറെന്താ ഉദ്ദേശിച്ചത്? അല്ല, അത് തന്നെയായിരുന്നു ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിനക്ക് പണ്ടേ അറിയാം. അല്ല, അതൊരു ചിരിയല്ലേ? അതെ, പുഞ്ചിരിയല്ലായിരുന്നു അത്. അല്ല, അതൊരു ചിരിയായിട്ട് ഇതാകുന്നില്ലേ? സ്മൈലിൽ നമ്മള് വാ തുറക്കില്ല. അവൻ നീ ഷെയ്ക്കാൻ തന്നപ്പോ നീ ഞാൻ വിരിച്ചിട്ടില്ല. ഒരു വുമൺ ഏറ്റവും കൂടുതൽ കേരളീയ ഹെയർ ഉള്ള എവിടെ ആയിരിക്കും? കക്ഷത്ത്. ആഫ്രിക്ക. അല്ലാണ്ട് എവിടെ? ആഫ്രിക്ക. ആ ക്യാമറമാൻ അവിടെ പോയിരിക്കും, എന്തിനു കിട്ടിയാനെ? ആഫ്രിക്ക. അത് ക്ലിക്ക് ആയില്ലേ? നീ എന്താ പറഞ്ഞു? അടുത്തെന്താണ്? മറന്നുപോയി. വരട്ടെ, മറക്കരുത്. ഫോൺ നോക്കി വിഷയമുണ്ടോ? ഇല്ല, ഫോൺ നോക്കി പറഞ്ഞു. നീ എന്തുകൊണ്ടും പറഞ്ഞു. വൈ ഡോണ്ട് ചൈന പ്ലേ ക്രിക്കറ്റ്? ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ട്, ഓർക്കുന്നില്ല. They ate the bat. They ate the bat. എന്ത്? ഒരു ഓർഫൻ ഫാമിലി ഫോട്ടോ എടുത്താൽ എങ്ങനെ ഇരിക്കും? എന്തായിരിക്കും എൻ്റെ പേര്? സിംഗിൾ ഫോട്ടോ, സെൽഫി, പോർട്രേറ്റ്, സെൽഫി. എല്ലാം അറിഞ്ഞിട്ടിരിക്കുക. നിന്റെ കയ്യിൽ നിന്നിട്, അപ്പൊ ചിരിച്ചോളൂ. നീ വായിക്കും, ഉള്ളതൊക്കെ ഇറക്ക്. എല്ലാം ഇടുക. അതൊക്കെ മറ്റേ അരച്ചയിലൊക്കെ കുടിച്ചു വെച്ചിരിക്കുക. കൂടുതൽ ഒഫൻസീവ്, അത് പറയുന്നത് ശരിയാവത്തില്ല. അതുകൊണ്ട് നീ പറ, നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ പറഞ്ഞു. അതെനിക്ക് ഓക്കെ അല്ല. പിന്നെ നീ എഴുതിക്കൊണ്ടു എന്തിനാ? അത് എഴുതിക്കൊണ്ട് വന്നല്ല, പിന്നെ ഞാൻ കുറെ പേര് റെഡിയാക്കി വെച്ചേക്കാൻ സാധനം നോക്കിയതാ. നീ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. ഇല്ല, അതിൻ്റെ അകത്ത് എന്തുവാ നീ ഇത്ര വന്നില്ലേ? നീ ധൈര്യമായിട്ട് പറ. ഒരു ഒഫൻസീവ് കട്ടി പൊക്കോളൂ. നീ ഒന്ന് പറ. അത് വേണ്ട, അത് ഇതായാലും വിഷയമാവും. സൗണ്ട് ഇല്ല, എഡിറ്റ് പൊക്കോളും. എഡിറ്റേഴ്സ് ഇവന്റെ ഇടണ്ടേ ഒഫൻസീവ്? കേൾക്കട്ടെ. വേണ്ട. ഒരു ഒഫൻസീവ് ജോക്ക് പറയട്ടെ ഗൈസ്, നിങ്ങൾ കാണത്തില്ല.
വാട്ട് ദ ഹാർഡസ്റ്റ് തിങ് ടു ഈറ്റ് ഇൻ എ വെജിറ്റബിൾ? ഏതായിരിക്കും? ക്യാരറ്റ്. ദ വീൽ ചെയർ. കൂടിയതായിരുന്നു. ആ, ഒരു കാല് വീഴാത്ത ആൾക്കാരെ വെജിറ്റബിൾ എന്ന് പറയുന്നത് വെച്ചാൽ ഒന്നും ഹാൻഡിക്യാപ്പ് ആയിരുന്നു വെജിറ്റബിൾ. അവര് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാണല്ലോ. എന്നുവെച്ചാൽ ഒന്നും കഴിയത്തില്ലല്ലോ അങ്ങനെ. തീരുമാനമായി. നീ ഒരെണ്ണം ഫൈനൽ ജോക്ക് സെറ്റാക്കാം. ഫൈനൽ കണ്ടസ്റ്റന്റ്, ഫൈനൽ ജോക്ക്. നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് അവൻ എവിടെ നിന്നെങ്കിലും എടുത്തിട്ടാ. ഒരു റേസിസ്റ്റിന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം ഏതാ? ലോണ്ടറി ഡേ. ബിക്കോസ് അവന് കളർ അനുസരിച്ച് ഓരോന്ന് മാറ്റാൻ പറ്റും. പ്രധാന വാതിൽ വലത്തോട്ടുണ്ട്, അത് നീ തുറന്നു. ശരി, എന്താ? ശരി, ഓക്കെ, ബൈ. ഗ്രേഡ് വരെ എത്തിയില്ല വരെ, അതുകൊണ്ടാണ്. ഫൈനൽ വീഡിയോ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് പുതിയ വീഡിയോ ഒക്കെ വരണമെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ഹോപ്പ്ഫുള്ളി യു ക്യാൻ കം ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇവര് ഇൻവേർട്ടറാണ്, ട്രെയിനറാണ്. അതെ, എല്ലാം നല്ലതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ആൻഡ് സബ്. ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം.